പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. സശാന്തിമതി ഗച്ഛതി എന്നാണ് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. ശാന്തി എന്നുള്ളത് നമ്മളുടെ സ്വരൂപമാണ്. എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ശാന്തി ഇല്ലെങ്കിൽ സുഖം എവിടെ? അശാന്തസ്യ കുത സുഖം. ഭഗവത്ഗീതയുടെ സന്ദേശമായിട്ട് തന്നെ ഈ ശ്ലോകം എടുക്കാം. അശാന്തസ്യ കുത സുഖം. ശാന്തി ഇല്ലെങ്കിൽ എവിടെ സുഖം? സുഖം മനസ്സിന്റെ ചാപല്യമാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ശാന്തിയാണ് സുഖം. മനസ്സടങ്ങുമ്പോ ഏർപ്പെടുന്നതാണ് സുഖം. ആ സുഖം നമ്മളിൽ തന്നെ ഉണ്ട്, നമ്മുടെ സ്വരൂപമാണ് എന്ന് ഇന്നലെ നമ്മൾ ഒരു നിരൂപണം ചെയ്തു. യോ അന്തഃസുഖ അന്തരാരാമ തഥാ അന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. സുഖം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. നിത്യനിരന്തരമായ സുഖം ബ്രഹ്മാനുഭവം നേടിയെടുക്കാവുന്നതല്ല, നേടിയെടുക്കേണ്ടതല്ല, സിദ്ധമാണ്, കിട്ടിയിട്ടുള്ളതാണ്. അശ്രദ്ധ കൊണ്ട് മാത്രം അനുഭവത്തിൽ വരാത്തതാണ്. മൂക്കത്ത് വെച്ച കണ്ണട അന്വേഷിക്കണ പോലെ നമ്മൾ അതിനെ പുറമേക്ക് അന്വേഷിക്കുകയാണ്. നമുക്ക് സിദ്ധമാണ്, നമ്മളുടെ സ്വരൂപമാണത്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ വ്യക്തിയുടെ അല്ല, സത്തയുടെയാണ്, ഭഗവാന്റെയാണ്, ബ്രഹ്മത്തിന്റെയാണ്, ആത്മാവിന്റെയാണ്. പിന്നെന്താ അത് അനുഭവപ്പെടാത്തത് എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോണില്ല. അധ്യാത്മജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെ ശ്രദ്ധയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സാധന, സ്പിരിച്വൽ പ്രാക്ടീസ്. നമുക്ക് മനസ്സുണ്ട്, ശ്രദ്ധയില്ല. ശ്രദ്ധ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ പ്രയോഗിക്കണുണ്ട്, പക്ഷെ അതെന്താന്ന് നിശ്ചയില്ലാതെ പ്രയോഗിക്കണം. സ്കൂളിലൊക്കെ ടീച്ചർമാര് കുട്ടികളുടെ അടുത്ത് പറയും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം ആ വാക്ക്. പുറമേക്കുള്ള മനസ്സിന്റെ ശ്രദ്ധയെ അധ്യാത്മ വിഷയത്തിൽ ശ്രദ്ധയെന്ന് പറയാൻ പാടില്ല. ആഗ്രഹം കൊണ്ട് ഉണ്ടാവുന്ന ഒരു തരം ഏകാഗ്രതയാണ് നമ്മൾ ശ്രദ്ധയെന്ന് വിളിക്കുന്നത്. അത് എളുപ്പമാണ്. സ്വാഭാവികമായ അജ്ഞാനം കൊണ്ട് മനുഷ്യന് അവനവന് ഇഷ്ടമുള്ള പദാർത്ഥത്തിൽ ഒരു ഏകാഗ്രത ഉണ്ടാവും. ആ ഏകാഗ്രതയെ ശ്രദ്ധയെന്ന് പറയാൻ പാടില്ല, അത് ആസക്തിയാണ്. അങ്ങനെ ഉണ്ടാവുന്ന അറ്റൻഷൻ എപ്പോഴാണോ ഈ ബാഹ്യമായ യാതൊന്നും നമ്മളെ ആകർഷിക്കാതെ നമ്മളോട് തന്നെ നമുക്കൊരു ഫാസിനേഷൻ വരണത്, നമ്മളോട് തന്നെ നമുക്കൊരു അറ്റൻഷൻ വരണത്, നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നത്, നമ്മുടെ തന്നെ ആന്തരികത്തിലേക്ക്
ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാവണത്, അപ്പോഴാണ് അതിന് ശ്രദ്ധയെന്ന് പേര്. ആ ശക്തിക്ക് പ്രത്യക് പ്രവാഹിനി ശക്തി എന്ന് പറയും. ഇപ്പൊ ബഹിർമുഖമാണ്, മനസ്സിങ്ങനെ പോവാ വളരെ എളുപ്പം. അത് തന്നെ തന്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്, തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്, തന്നെ തന്നെ ചോദ്യം ചെയ്യാണ്, തന്റെ ഇരുപ്പിനെ തന്നെ കണ്ടു തുടങ്ങുകയാണ്. അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ശ്രദ്ധയാണ് ധ്യാനത്തിന് കാരണമാവണത്. അതിന് എന്താണ് ഇപ്പോ തടസ്സം, വിഘ്നം എന്താ? നമുക്കങ്ങനെ ആയിക്കൂടെ എന്ന് വെച്ചാൽ അതിന് വിഘ്നം അവിദ്യ കാമ കർമ്മം എന്നാണ് പറയുന്നത്. അവിദ്യ കാമ കർമ്മം. അജ്ഞാനം കൊണ്ട് പുറമേ നിന്നും പലതും നേടിയെടുക്കാനുണ്ട് എന്ന് ധരിക്കണം. അതാണ് അവിദ്യ. അജ്ഞാനം കൊണ്ട് എന്റെ പൂർണ്ണതയ്ക്കായി ഞാൻ മറ്റു പലതും വേണം. എനിക്ക് എന്നെ പൂർണ്ണമാക്കാനായി എനിക്ക് പുറമേ നിന്നും പല സാധനങ്ങൾ ഏച്ചുകൂട്ടിയിട്ട് വേണം ഞാൻ പൂർണ്ണമാവാൻ എന്നൊരു ധാരണയുണ്ട്. അതാണ് ആദ്യ അവിദ്യ. ആ അവിദ്യയാണ് നമ്മൾ ഇന്നലെ നീക്കം ചെയ്തത്. വി ആർ ഹോൾ, പെർഫെക്റ്റ്, പൂർണ്ണമാണ് നമ്മൾ. നമ്മളുടെ പൂർണ്ണതയ്ക്ക് പുറമേ നിന്നും ഒരു വസ്തുവിന്റെ ആവശ്യമില്ല. നമ്മള് ശരീരം കൂടാതെ തന്നെ പൂർണ്ണരാണ്, മനസ്സു കൂടാതെ തന്നെ പൂർണ്ണരാണ്, ബുദ്ധി കൂടാതെ തന്നെ പൂർണ്ണരാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണല്ലോ ഇപ്പോ ഏറ്റവും ആഗ്രഹമുള്ളത്. പേഴ്സണാലിറ്റി ഇല്ലാതെ തന്നെ നമ്മൾ പൂർണ്ണരാണ്, അല്ലേ? എവിടെ അങ്ങനെ അനുഭവപ്പെടുന്നത്? സുഷുപ്തിയില്. ഇന്നലെ വരാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാണ്, ഉറക്കത്തില് ഒന്ന് ശ്രദ്ധിക്കുക. ഉറക്കം എന്ന അനുഭവത്തിനെ ശ്രദ്ധിച്ചാൽ അവിടെ ഇതൊന്നുമില്ലാതെ പൂർണ്ണതയുണ്ട്. അവിടെ ഒന്നും ചേർക്കാൻ പറ്റില്ല, അതിനൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ പൂർണ്ണത നമുക്ക് സ്വതസിദ്ധമാണ്. അതിനെ ഒന്നും എടുക്കാനോ കൊടുക്കാനോ ഇല്ല. പുറമേ നിന്നൊന്നും നേടിയെടുത്തിട്ടല്ല നമ്മൾ പൂർണ്ണമാവണത്. പുറമേ നിന്നും നമ്മളിൽ വന്ന് ഒട്ടിപ്പിടിച്ചിട്ടുള്ളതിനെ പതുക്കെ നീക്കം ചെയ്യുന്നത് കൊണ്ടാണ് പൂർണ്ണത വരുന്നത് എന്ന് അറിയണു ആദ്യം വിദ്യ കൊണ്ട്. അടുത്തപടി കാമം. കാമം എന്ന് വെച്ചാൽ ആഗ്രഹം. ഈ അവിദ്യയിൽ നിന്നാണ് കാമം വരുന്നത്. എന്നെ പൂർണ്ണമാക്കണമെങ്കിൽ എനിക്ക് പുറമേ നിന്നും പല പദാർത്ഥങ്ങൾ വേണമെന്ന് ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് പുറമേ വസ്തുക്കളോട് ഓരോന്നിനോടും മനസ്സ് പോയി പറ്റി പിടിക്കണത്. അതുകൊണ്ട് പലതും നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണു? കർമ്മം. കർമ്മം ചെയ്യാം. കർമ്മം എന്നുള്ളത് ആളുകളൊക്കെ ഗീതയെ ഈസി ആയിട്ട് കൊട്ടേഷൻ കൊടുക്കും, കോട്ട് ചെയ്യും, ഉദ്ധരിക്കുക ഭഗവത്ഗീത. ഗീതയിൽ പറയണ പോലെയാണ് ഞങ്ങൾ ജീവിക്കണത്. എന്താ ഗീതയിൽ എന്താ ഭഗവാൻ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഭഗവത്ഗീതയെ ഉദ്ധരിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രവൃത്തിയല്ല. വാസ്തവത്തിൽ ഭഗവാൻ പറഞ്ഞ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യണതെങ്കിൽ, ഭഗവാൻ ഗീതയിൽ പറഞ്ഞ രീതിയിലാണ് കർമ്മം ചെയ്യണതെങ്കിൽ നമ്മള് ആ കർമ്മം കൊണ്ട് ഒരിക്കലും ബദ്ധരാവില്ല. നമ്മൾ പൂർണ്ണരാവും. പൂർണ്ണരാവണ്ടെന്ന് തോന്നണുണ്ടെങ്കിൽ, അതായത് പൂർണ്ണത എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് ആണ്. പ്രകൃതിയുടെ ദുഃഖം ഒന്നും ഇനി മേലാൽ എന്നെ ബാധിക്കില്ലെന്നുള്ള പൂർണ്ണത എനിക്ക് പ്രകാശിക്കണമെങ്കിൽ ഞാൻ കർമ്മയോഗിയാണെന്ന് സമാധാനിക്കാം. അങ്ങനെ ഒരു കർമ്മയോഗികളല്ല ലോകത്തില്. നമ്മൾ കർമ്മം ചെയ്യണത് കർമ്മയോഗമല്ല, കർമ്മരോഗമാണ്. അതുകൊണ്ട് ആ കർമ്മരോഗം കർമ്മദ്രോഹമായിട്ടും തീരുകയാണ്. നമുക്കും ദ്രോഹം, മറ്റുള്ളവർക്കും ചിലപ്പോൾ ദ്രോഹമായേക്കാം. മറ്റുള്ളവർക്ക് ദ്രോഹം ആവുമോ ആവില്ലയോ, നമുക്ക് ദ്രോഹമാവും. എന്താന്ന് വെച്ചാൽ ഈച്ച് ആക്ഷൻ വിത്ത് അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ ഹർട്സ് യു. രാഗദ്വേഷത്തോടുകൂടെ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ സ്വരൂപത്തിനെ,
അന്തര്യാമിയെ, നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ മറയ്ക്കുന്ന ഒരു മറ കൂടെ ചേരുകയാണ് അജ്ഞാനം. അപ്പൊ കർമ്മം, അതുകൊണ്ടാണ് ജ്ഞാനത്തിന് ഒരു മുന്നോടിയായിട്ട്, ഒരു പ്രിപ്പറേഷൻ ആയിട്ട് കർമ്മയോഗത്തിനെ പറഞ്ഞത് ഭഗവാൻ. ധ്യാനത്തിനൊരു മുന്നോടി. ജ്ഞാനം ധ്യാനം രണ്ടായിട്ട് നിൽക്കില്ല. ശരിയായ ജ്ഞാനം, അതിനോട് കൂടെ ധ്യാനം ഉണ്ടാവും. ധ്യാനം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ധ്യാനം. അപ്പൊ അതിനു മുമ്പ്, ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ പടിയാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. നമ്മളുടെ അവിദ്യയാണത്. നമ്മൾ ശരീരം എടുത്ത് ലോകത്തിൽ വന്നിരിക്കണോ, അതിന് ചില കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ. അത് നമ്മളുടെ അടുത്ത് ചോദിക്കാതെ തന്നെ ആ ശരീരം ചെയ്യും. അത് മറ്റൊരു ആശ്ചര്യമാണ്. ചെയ്തു തീർക്കാനുണ്ട് എന്ന് വെച്ചാൽ അതൊരു റെസ്പോൺസിബിലിറ്റി അല്ല, ബട്ട് ഇറ്റ് ഈസ് എ നാച്ചുറൽ തിങ്. നമ്മളോട് ചോദിക്കാതെ തന്നെ ആ ദേഹം, നിങ്ങളുടെ അടുത്തൊന്നും നമ്മൾ വിചാരിക്കുകയാണ് നമ്മളുടെ ദേഹമാണെന്ന്. ഒരു അവിദ്യയിലിരിക്കുകയാണ്. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഹം പറയും നീ ആരോ ഞാനാരോ. അത് ഇറ്റ് ഡിക്ലെയർസ് ഫ്രീഡം. അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. കാലം എഴുന്നേപ്പിക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കില്ല, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല, ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങില്ല. ഉറങ്ങണ്ടെന്ന് പറയുമ്പോ ഉറങ്ങും. അത് പറയണത് അത് നമ്മളോട് നോൺ കോപ്പറേഷൻ ആണ്. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്, നീ വേറെ ഞാൻ വേറെ. ദേഹം പ്രകൃതിയുടെ ഒരു സാധനമാണ്. ആദ്യത് മനസ്സിലാക്കണം. മുമ്പിൽ നിൽക്കുന്ന ഒരു വേപ്പ് മരത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അതുപോലെ തന്നെ എന്റെ ദേഹത്തിനെ കുറിച്ചും എനിക്കൊന്നും അറിയില്ല. ആ വേപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നിപ്പോ നമുക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് വെച്ച് നോക്കിയിട്ട് വേണം അറിയാൻ. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള പ്രക്രിയകൾ അറിയണമെങ്കിലും എന്തെങ്കിലും പുറമേ നിന്ന് ഗാഡ്ജറ്റ്സ് വെച്ച് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. സ്വയമേവ ഒന്നും അറിയണില്ല. എന്നിട്ട് എന്തിന് ഈ ദേഹം എന്റെ ആണെന്ന് ഞാനാണെന്നും ഒക്കെ പറയണു? ദേഹം ഞാനുമല്ല, ദേഹം എന്റെയുമല്ല, അതിനോട് എനിക്ക് സംബന്ധവുമില്ല. ഇറ്റ് ഈസ് അപ്പിയേർഡ് ഇൻ നേച്ചർ. ഇറ്റ്സ് എൻ അപ്പിയറൻസ് ആൻഡ് ഇറ്റ് വിൽ ഡിസപ്പിയർ വിതൗട്ട് യുവർ പെർമിഷൻ. അതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മള് ഈ ശരീരത്തോടെ കാണുന്നു, അത് പല പ്രവൃത്തികളും ചെയ്യും. അതെന്ത് ചെയ്യാൻ വന്നിരിക്കണോ അത് ചെയ്യും. അതൊരു മിസ്റ്ററിയാണ്. നമ്മള് ശ്രദ്ധിക്കും തോറും നമുക്ക് കാണാം ഈ ദേഹം കർമ്മം ചെയ്യണത് നമ്മളുടെ അഹങ്കാരത്തിന്റെ ശക്തി കൊണ്ടല്ല, അതിന്റെ തന്നെ സ്വതന്ത്രമായ ഒരു പവർ കൊണ്ടാണ്. നമ്മൾ ചിലപ്പോ ഹൈവേയിൽ നടക്കുമ്പോ ഇത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വീണു എന്ന് വരും. സൈക്കിളോ ബൈക്കോ ബസ്സോ ഒക്കെ ഇടിച്ചു എന്ന് വരാം. പക്ഷെ ഇന്നത്തെ റിസർച്ചില് ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസം പറയണത്, ഉറക്കത്തിൽ നടക്കണവരുണ്ടല്ലോ, സോംനംബുളിസ്. ചിലര് ഹൈവേയിൽ ഇറങ്ങി നടക്കത്ര ഉറക്കത്തില്, പക്ഷെ ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല എന്നാണ്. ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്നവൻ ഹൈവേയിൽ ഇറങ്ങി നടന്നാൽ, വാഹനങ്ങൾ പോകുന്ന ഹൈവേ കൂടി നടന്നാൽ, അയാളുടെ മേലെ ഒരു വാഹനം മുട്ടുകയോ അയാൾ എവിടെയെങ്കിലുമൊക്കെ വീഴുകയോ ഒന്നും ചെയ്യാതെ, അയാളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അയാൾ ഇതുവരെ നടന്നിട്ട് വരണോ, നടന്നിട്ട് വന്ന് സുഖമായി കിടന്നുറങ്ങും വീണ്ടും. ആ ശരീരം ആ പ്രവൃത്തി എങ്ങനെ ചെയ്തു എന്നുള്ളതൊരു ആശ്ചര്യമാണ്. വാസ്തവത്തിൽ നമ്മളും തെറ്റുകൂടാതെ ചെയ്യുന്ന പല കർമ്മങ്ങളും ബോധപൂർവമല്ല. അടുക്കളയിൽ പാചകം ചെയ്യണവർക്ക് പലർക്കും അറിയാം, നല്ലവണ്ണം ഇന്ന് പാചകം ചെയ്യണമെന്ന് വിചാരിച്ച കുളമാവും. പതിവായിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ അതിന് നല്ല രുചി ഉണ്ടാവും. പലതും നമ്മൾ സോമനംബുളിസ്റ്റാണ്. നമ്മൾ ഒരു 80% സോമനംബുളിസ്റ്റാണ്. നമ്മൾ ജാഗ്രത കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത് ഈ അഹങ്കാരത്തിന്റെ അലേർട്ട്നെസ് ആണ്. അല്ലാതെ അപ്പൊ അതാണ് പറയണത്, ജ്ഞാനികൾ പറയണത്, ശരീരത്തിനോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമേ ഇല്ല. നിങ്ങൾ അതിനെ വിട്ടതുകൊണ്ടും അത് ഞാനല്ല എന്നും നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു കുഴപ്പവും വരില്ല എന്ന് മാത്രമല്ല,
എന്ത് പ്രവൃത്തി ചെയ്യാനാണോ അത് ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത് അത് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിട്ട് പോയിക്കോളൂ. അത് കർമ്മമോ കർമ്മഫലമോ കർമ്മത്തിനുള്ള അധിഷ്ഠാനമായ ശരീരമോ ഒന്നും തന്നെ നമ്മളുടെ കയ്യിലില്ല. നമ്മൾ ഫ്രീ ആണ്. അത് അറിയുമ്പോൾ സ്വതന്ത്രരാവും നമ്മൾ. കർമ്മം നമ്മളിലില്ല, കർത്തൃത്വം നമ്മളിലില്ല, ഭോക്തൃത്വം നമ്മളിലില്ല, കർമ്മം ചെയ്യുന്ന ഈ ശരീരം നമ്മളിലില്ല. വേദാന്തം പറയണ എക്സാമ്പിൾ ചിലപ്പോ പെർഫെക്റ്റ് ആയിരിക്കില്ല. എക്സാമ്പിൾ പറയണത് മരുഭൂമിയിൽ മരീചിക പോലെയാണ് ശരീരം ആത്മാവിൽ തോന്നണത് എന്നാണ്. നമുക്ക് സ്വാനുഭവം വരുമ്പോഴേ അത് അത്ര കണ്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കും തോറും മനസ്സിലാവും നമ്മളുടെ കോൺഷ്യസ്നെസ്സിൽ ദർ ഇസ് നോ ബോഡി. ഇപ്പൊ ഞാൻ നിങ്ങളെ ചിന്തിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ രൂപം ചിന്തിക്കാതെ എനിക്ക് പറ്റില്ല, അല്ലേ? നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മ വരണമെങ്കിൽ നിങ്ങളുടെ ഈ ശരീരത്തിനെ ചിന്തിക്കണം. പക്ഷെ നിങ്ങളെ ചിന്തിക്കും. എങ്ങനെ ചിന്തിക്കും? ഈ രൂപം വരുമോ? ഒന്ന് ചോദ്യം ചോദിച്ചു നോക്കാം. ഞാൻ എന്നെ എങ്ങനെ ചിന്തിക്കും? ഒരിക്കലും ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ രൂപം വരുമോ? ഒരു പ്രസൻസ് മാത്രമാണ്. ആൻഡ് ദാറ്റ് പ്രസൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ബോഡി. നമ്മളെക്കുറിച്ചുള്ള വസ്തുതന്ത്രജ്ഞാനം എന്നാണ് വേദാന്തം പറയണത്. അതായത് പുതിയ അറിവല്ല, പക്ഷെ ഉള്ള അനുഭവത്തിനെ നമ്മള് കാണുകയാണ്. നമുക്കൊക്കെ ആത്മാനുഭവമുണ്ട്. ആത്മാനുഭവമേ ഉള്ളൂ, ശരീരാനുഭവം ഇല്ല. പക്ഷെ നമ്മളെ നമ്മൾ ഒബ്ജക്ടിഫൈ ചെയ്ത് നോക്കുമ്പോ ഫോട്ടോ ഒക്കെ നോക്കിട്ടോ ഇത് നന്നായിട്ടുണ്ടോ, ഇതിൽ പോരാ, ഇത് കുറച്ചുകൂടെ നന്നാക്കണം. പിന്നെ കൂടുതൽ കൂടുതൽ ദേഹമാണെന്ന് ചിന്തിച്ച് പലതുമൊക്കെ ചെയ്തു കൂട്ടണം. അപ്പോ നമ്മളല്ലാത്ത ഒരു വസ്തുവിനെ നമ്മളാക്കുകയാണ്. പഴയ കാലത്തൊക്കെ അതുകൊണ്ട് ഈ കണ്ണാടി ഒന്നുമില്ല. സന്യാസികൾ പ്രത്യേകിച്ച് കണ്ണാടി നോക്കാൻ പാടില്ല എന്നാണ്. കണ്ണാടി നോക്കുക, ഫോട്ടോ. ഇപ്പോഴൊക്കെ നമുക്ക് മീഡിയ തിരിഞ്ഞ മറിഞ്ഞ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ പഴയ കാലത്തൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോയെ വയ്ക്കാൻ പാടില്ല എന്നാണ്. അതൊരു വലിയൊരു തെറ്റായിട്ടാണ് കരുതിയിരുന്നത്. എന്താന്ന് വെച്ചാൽ ആ ഫോട്ടോ ഒരു മിസ്റെപ്രസെന്റേഷൻ ആണ്. അത് പോട്ടെ. അപ്പോ ദേഹം വളരെ ഒരു മിസ്റ്ററിയാണത്. ക്ഷേത്രം എന്നാണ് ഭഗവാൻ ഇതിന് പറഞ്ഞത്, ശരീരത്തിന്. ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താർത്ഥം? ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തെങ്കിലും പറയൂ. അല്ല, ക്ഷേത്രം ക്ഷേത്രം എന്താ ഒന്നും മിണ്ടാത്ത? ക്ഷേത്രം എന്ന് വെച്ചാൽ വയലാണ്, പാടം. അമ്പലം എന്ന് മാത്രം അർത്ഥമല്ല, അമ്പലം എന്നുള്ള അർത്ഥമില്ല അധികമായിട്ട്. വയലാണ്, പാടം, വിത്ത് വീണ് കിടക്കുന്ന സ്ഥലം എന്നർത്ഥം. മുളച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ ശരീരം എന്നുള്ളതൊരു വയലാണ്. അതിലത് കാലാകാലത്തിന് മുളകൾ പൊന്തിക്കൊണ്ടിരിക്കും. ആഗ്രഹങ്ങളും അതിന്റെ ഫ്രൂയിഷൻ പീരീഡൊക്കെ ഉള്ള പോലെ ഇതിൽ പല അനുഭവങ്ങളും പൊന്തിക്കൊണ്ടിരിക്കും ദേഹത്തില്. കണ്ട് ആശ്ചര്യപ്പെടുകയാണെങ്കിൽ ഇത് തന്നെ വലിയ ഗുരുവാണ് നമുക്ക്. ഭാഗവതത്തിൽ അവധൂതന് ദത്താത്രേയന് 25ാമത്തെ ഗുരുവാണ് ദേഹം. ദേഹത്തിനെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇന്ന് ഇത്രയൊക്കെ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചിട്ടും ഇന്നും അവർക്ക് മിസ്റ്ററിയാണ്, അല്ലേ? ഡോക്ടർമാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചാൽ മതി. അവർക്ക് കൂടുതൽ അറിയാം. എന്താ അറിയില്ല എന്നറിയാം. മിസ്റ്ററിയാണത്. അതിലേക്ക് പോകും തോറും അത് ആശ്ചര്യമാണ്.
വാസ്തവത്തിൽ ദേഹമില്ലെന്നാണ് വേദാന്തിയുടെ ദർശനം. ദേഹമില്ല, ജഡമെന്നൊരു പദാർത്ഥമില്ല. ആദ്യത്തെ കോൺസെപ്റ്റില് ചൈതന്യമെന്നും ജഡമെന്നും രണ്ടു പറയും. കോൺഷ്യസ്നെസ്, മാറ്റർ എന്ന് പറയും. പക്ഷെ മാറ്റർ ഇല്ല. എവിടെ മാറ്റർ? ഇതിനകത്തേക്ക് മൈന്യൂട്ടായിട്ട് പോയാൽ എന്റെ ദേഹം എന്ന് പറയുന്ന ഈ ദേഹത്തിൽ ഓരോ മൈന്യൂട്ടസ്റ്റ് പോയിന്റ് അത് ഒരാളാണ്, അല്ലേ? ഒരു ബാക്ടീരിയാവോ ഒരു അണുവോ എന്തോ ഒരു ജീവി, അതിന്റെ ദേഹമെന്ന് നമ്മൾ അതിനെ പറയും. അതൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്റെ ഒരു ദേഹമായിട്ട് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് മില്യൺസ്, ട്രില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഐ. ദേഹത്തിനകത്തേക്ക് പോയി നോക്കിയാൽ ജഡമേ ഇല്ല. നമ്മൾ വെറുതെ നമ്മളുടെ ദൃഷ്ടികോണെന്ന് നോക്കിയിട്ട് അതിന് ജഡം എന്ന് പറയാണ്. അതിൽ ഓരോന്നും ഞാൻ എന്ന അനുഭവത്തോടു കൂടിയ ചൈതന്യമയമാണത് മുഴുവൻ. സൂക്ഷ്മം, ഏറ്റവും സൂക്ഷ്മ തലത്തിൽ പോയാൽ അവിടെ ഒരാൾ ചിലപ്പോൾ ഇതുപോലെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുറെ പേര് ഇരിക്കുന്നുണ്ടാവും അവിടെ. നമ്മളിപ്പോ ചിരിക്കുകയാണ്, കണ്ടാലൊന്നും ആശ്ചര്യപ്പെടാനില്ല. നമ്മളുടെ ദേഹം എന്ന് പറയണതില് ഇപ്പൊ നമ്മളുടെ വീട് എന്നൊക്കെ പറയണ്ടല്ലോ. നമ്മൾ പഞ്ചായത്തിൽ പോയാൽ നമ്മളുടെ പേരൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ എത്ര ആളുകൾ താമസിക്കണ്ടല്ലേ? പല്ലി, എട്ടുകാലി, എലി, എന്തൊക്കെ അതിനകത്ത് താമസാക്കിയിട്ടുണ്ട്. അവരൊക്കെ സ്വതന്ത്രമായിട്ട് അവർ താമസിക്കുന്നുണ്ട്, ടാക്സ് ഒന്നും കൊടുക്കാതെ. അവരുടെയൊക്കെ താമസ സ്ഥലമാണത്. അതുപോലെ ഈ ശരീരം എത്രയോ പേര് അവരുടെ ഒക്കെ ദേഹത്തിനൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളുടെ ദേഹം. നോക്കി ആശ്ചര്യപ്പെട്ട് കഴിഞ്ഞാൽ വിചിത്രമായിട്ട് തോന്നും. അവസാനം എല്ലാം പൂർണ്ണമായ ഒരു വസ്തുവിന്റെ പല രൂപത്തിലുള്ള പരിവേഷത്തിലുള്ള കളിയാണെന്ന് നമ്മൾ കാണും. അന്യ ഒന്നുമില്ല. എങ്ങനെ എനിക്ക് എന്റെ ഉള്ളിൽ അഹം, ഞാനുണ്ടെന്നുള്ള അനുഭവമുണ്ടോ, അനുഭവം മാത്രമാണ് സത്യം. ആ അനുഭവത്തിൽ അനേകം നാമരൂപങ്ങൾ പൊന്തുണു. അതിലൊരു നാമരൂപമാണ് എന്റെ ദേഹം എന്ന് പറയണത്. അപ്പൊ ഈ അനുഭവത്തിന് പോട്ടെ. അപ്പോ ശരീരം എന്ന് പറയണത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുമ്പിലും അനേക കർമ്മങ്ങളായിട്ട് അത് വിരിഞ്ഞു വരും. കുറച്ച് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമ്മളുടെ സാധന എന്ന് പറയണത് എന്താ? ഈ ശരീരം കൊണ്ട് നടക്കുന്ന കർമ്മങ്ങളിൽ കുറുക്കെ വരാതിരിക്കാം. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പാളിപ്പോണത് കർത്തൃത്വം കൊണ്ടും ഭോക്തൃത്വം കൊണ്ടുമാണ്. ദേഹത്തിൽ വീണ്ടും വീണ്ടും ദേഹമാണ് ഞാനെന്നുള്ള ഒരു ഭ്രമത്തിലേക്ക് വരികയും വ്യവഹാരത്തിൽ അതില്ലാതെ സാധിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ലോകത്തിനെ മുഴുവൻ നിർത്തിവെച്ചിരിക്കുന്നത്. നമ്മളെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വരും. വ്യവഹാരം ചെയ്യുമ്പോൾ ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വരും. ദേഹമാണെന്നുള്ള ഭാവനയിലാണ് വ്യവഹാരങ്ങളൊക്കെ ബേസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വ്യവഹാരം അവിദ്യയാണെന്ന്. ആത്മജ്ഞാനവും വ്യവഹാരവും കൂടെ ചേർന്ന് പോവില്ല ചിലപ്പോ. ഭരതൻ ഭാഗവതത്തിലെ രഘുഗണൻ എടുത്ത് പറഞ്ഞു, ന സൂരയോഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വ്യവഹാരമല്ല, സാധനയാണ്. ജീവിതം തന്നെ സാധനയായിട്ട് തീരാണ്. സാധന എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റും ജീവിതം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് അല്ല. ജീവിതം തന്നെ ഭഗവത് ഭജനമായിട്ട്, സാധനയായിട്ട്, ആരാധനയായിട്ട് തീരാണ്. എങ്ങനെ ചെയ്താൽ? അതാണ് ഭഗവാൻ പറഞ്ഞത്, കാര്യം കർമ്മ കരോതി യഹ. ഒരാൾ ആദ്യമായിട്ട് ചെയ്യണത് എന്താ? കാര്യം കർമ്മ കരോതി. അയാൾ എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അവിടെ തന്നെ നമ്മൾ പാളിപ്പോയി. നമ്മൾ പലപ്പോഴും ചെയ്യണത് എന്ത് ഇഷ്ടമോ അതാണ് ചെയ്യണത്. എന്ത് ഇഷ്ടമോ അതല്ല, എന്ത് ചെയ്യേണ്ടതോ അത്. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ നടുവിൽ വരണേയില്ല. എന്താണോ ഞാൻ ഒരു
ഗിവൺ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി, അതിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണം. എന്റെ ധർമ്മം എന്താണ്? ധർമ്മം എന്നുള്ളതിൽ സ്നേഹവും എല്ലാം വന്നു കഴിഞ്ഞു. ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. എനിക്ക് എന്ത് ഇഷ്ടമോ അതല്ല. ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു, നിങ്ങൾക്ക് മധുരപലഹാരം തരണമെന്ന് എനിക്കിഷ്ടം. അതിൽ പല കാരണങ്ങളുണ്ടോ. ഒന്നാമത് ഞാൻ ഉണ്ടാക്കിയത്, രണ്ടാമത് അത് നന്നായിട്ടുണ്ടോ നിങ്ങൾ പറയണം, മൂന്നാമത് എന്റെ ആതിഥ്യത്തിനെ കുറിച്ച് നിങ്ങളിൽ ഒരു ഭാവന ഉണ്ടാക്കണം, ആതിഥ്യ സൽക്കാരത്തിനെ കുറിച്ച്. ഇതൊക്കെ പലതും ഉണ്ടാവും അതിന് പുറകിൽ. ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്കിഷ്ടം എന്താ, നിങ്ങൾക്ക് ആ മധുരപലഹാരം തരുന്നതാണ്. ഞാൻ പറയണു എനിക്ക് വേണ്ട, അധികം മധുരം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ലേ, സാരമില്ല കഴിക്കണം. ഇത് അധർമ്മമാണ്. ചെറിയ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കാര്യം, ഇത് അധർമ്മമാണ്. എന്താണോ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ ഹിതം, വെള്ളം മതി എന്ന് വെച്ചാൽ വെള്ളം, വിശക്കണു ഭക്ഷണമാണ് വേണ്ടത് ഭക്ഷണം. ഇല്ല ഒന്നും വേണ്ടെങ്കിൽ ഒരു സ്നേഹത്തോടെ ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞാൽ മതി, കഴിഞ്ഞു, ധർമ്മം കഴിഞ്ഞു. ധർമ്മത്തില് ഇമോഷൻസ്, എക്സൈറ്റ്മെന്റ്സിനൊന്നും സ്ഥാനമില്ല. അവിടെ കാര്യം കർമ്മ കരോതി, അവൻ ചെയ്യേണ്ടത് ചെയ്യണം. എന്തിനു വേണ്ടി? നമ്മളുടെ എല്ലാ കർമ്മത്തിന് പുറകിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. എന്തിനു ചെയ്യണം? വാട്ട് ഫോർ? ഈ മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുന്ന് അങ്ങടേക്ക് ചലിച്ച എന്തിനാണെന്ന് ഉടനെ ചോദ്യം. അനാശ്രിത കർമ്മഫലം. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പുറകിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവണം. ആ മോട്ടിവേറ്റിംഗ് ഫാക്ടറിനെ വെച്ചുകൊണ്ടാണ് മനുഷ്യരെ മുഴുവൻ മനുഷ്യനെ അടിമയാക്കണത്. അല്ലേ? 40,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ രാത്രി 12 മണി വരെ പണിയെടുപ്പിക്കും. എന്നിട്ട് 10 വർഷം ഇയാൾ 40,000 രൂപ വാങ്ങി 11ാമത്തെ വർഷം കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ, കിടക്കണം. എന്തുപറ്റി? ബ്രെയിന് പ്രവർത്തിക്കണില്ല, കൈ അനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ. ബാങ്കിൽ കുറെ ലക്ഷമൊക്കെ ഉണ്ട്. ആസ്പത്രി കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ആ ബാങ്ക് ഡെപ്പോസിറ്റ് മുഴുവൻ ഇങ്ങോട്ട് തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാമെന്നാണ്. അങ്ങനെയൊന്നും പറ്റില്ല. ഇതാണ് നമ്മൾ ആകെപ്പാടെ ചെയ്തു കൂട്ടണത്. അനാശ്രിത കർമ്മഫലം. കർമ്മഫലം നമുക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ കർമ്മത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ വരും. യു വിൽ നോട്ട് ആക്ട് ആസ് എ ഫ്രീ പേഴ്സൺ, യു വിൽ ആക്ട് ആസ് എ സ്ലേവ്. കർമ്മം ചെയ്യണത് നമ്മളുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ആയിത്തീരുമ്പോ എന്താവണു? എന്തൊക്കെയോ ആയിത്തീരണം. വ്യഗ്രത ഉണ്ടാവും, ധൃതി കൂട്ടലുണ്ടാവും, എന്തൊക്കെയോ ആയിത്തീരണമല്ലോ. ശാന്തിയില്ല, സമാധാനമില്ല, റെസ്റ്റ്ഫുൾനെസ് ഇല്ല. പ്രകൃതിയിൽ നോക്കൂ, മനുഷ്യനല്ലാതെ ബാക്കിയുള്ള ജീവികളൊക്കെ അവരുടെ കർമ്മങ്ങളൊക്കെ വളരെ റെസ്റ്റ്ഫുള്ളാണ്. പക്ഷികളെയൊക്കെ നോക്കൂ, കുറച്ച് ആഹാരം തെരഞ്ഞു പോവും, അത് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പാടും. പശു പുല്ല് തിന്നു കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുന്ന് അയവിറക്കി കൊണ്ട് കിടക്കും. അതിന്റെ അത്രയും ശാന്തി ഈ IT കമ്പനിയിലുള്ളവർക്കില്ല, അധ്യാത്മലോകത്തിലുള്ളവർക്കില്ല. അവരെ മാത്രം ഞാൻ കുറ്റം പറയണില്ല. അധ്യാത്മലോകത്തിലുള്ളവരും പെട്ടഞ്ഞു ഓട്ടി നടക്കുകയാണ്. ലോകം നന്നാക്കാനോ ഉദ്ധരിക്കാനോ എടുത്തിട്ടിട്ട് മറിക്കാനോ എന്തൊക്കെയോ ഉള്ള വ്യഗ്രതയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, ഒന്നും മാറിയിട്ടില്ല. ഇതെന്തുകൊണ്ട് വരണു? നമ്മളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ കർമ്മഫലമാണ്. എന്തോ സം പ്രൊഡക്ടിവിറ്റി, എന്തോ കാണിക്കണം, എന്തോ പുറമേക്ക് ഉണ്ടാവണം, പുറമേക്ക് പലതും സാധിച്ചെടുക്കാനുണ്ട്. ഭഗവാൻ പറയണു, അങ്ങനെ പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും കർമ്മയോഗിയോ സന്യാസിയോ ആവും. ഇവിടെ സന്യാസിയാണ് വാക്ക്, സന്യാസിയാണ് ഭഗവാൻ. സാധാരണ സന്യാസി എന്ന് പറഞ്ഞാൽ വൈദികമായ അർത്ഥം, ഒരു വൈദിക ഒരു സമ്പ്രദായമുണ്ട്. എന്താ സമ്പ്രദായം എന്ന് വെച്ചാൽ, ഒരാൾ ബ്രഹ്മചാരിയായിട്ടിരിക്കണം. ഒരു 12 വർഷം വേദപാഠശാലയിൽ വേദാധ്യയനം ചെയ്ത് ഈ ഒരു സിസ്റ്റം എത്ര കാലം നന്നായിട്ട് ഇവിടെ പ്രാക്ടിക്കലായി ഇരുന്നു എന്ന് പറയാൻ വയ്യ. പക്ഷെ അത് പ്രായോഗികമായിരുന്ന കാലത്ത് മെജോറിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഈ സിസ്റ്റത്തിലിരുന്നു. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ 3 വംശങ്ങളും ഇതിന് വഴങ്ങിയവരായിരുന്നു.
നാലാമത്തെ വംശമായ ശൂദ്രൻ എന്ന് പറയണത് അവർ ഈ സംസ്കാരത്തിന് വഴങ്ങാത്തവരും സ്വതന്ത്രമായ അവർക്ക് സംസ്കാരത്തിന് വഴങ്ങാനുള്ള ഒരു യോഗമില്ലാത്തവരുമായതുകൊണ്ട് മാത്രം മാറി നിന്നവരാണ്. ശരിക്ക് ഈ സിസ്റ്റം നല്ലവണ്ണം ഇരുന്ന കാലത്ത് അവിടെ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആദ്യത്തെ 12 വർഷം ഇയാള് വേദം പഠിച്ചും അധ്യയനം ചെയ്തും വളരെ സിമ്പിളായിട്ടൊക്കെ ജീവിക്കും. ഗുരുവിന്റെ അധ്യയനത്തിന് ചുവട്ടിൽ ജീവിക്കും. അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഇയാൾക്ക് അഗ്നികാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അഗ്നികാര്യങ്ങൾ എല്ലാ ജാതിക്കാർക്കും ഉണ്ടായിരുന്നു. ഔപാസനം എന്ന് പറയുന്ന കർമ്മം ബ്രാഹ്മണനും ഉണ്ടായിരുന്നു, ക്ഷത്രിയനും ഉണ്ടായിരുന്നു, വൈശ്യനും ഉണ്ടായിരുന്നു. ഈ ഔപാസന കർമ്മം ഉണ്ടായിരുന്നു. ഈ അഗ്നികാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവര് ഗൃഹസ്ഥാശ്രമികളായി ആതിഥ്യ സത്കാരം പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ സമൂഹത്തിൽ നമുക്ക് ആരോടൊക്കെ കടപ്പാടുണ്ടോ ആ കടപ്പാടൊക്കെ തീർത്തുകൊണ്ടും കൊടുത്തു വാങ്ങിച്ചും കൊണ്ട് സമൂഹത്തിൽ ഒരിക്കലും ഒരാളെ സഹായിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളും തിരിച്ചെന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഗൃഹസ്ഥൻ, സമൂഹമെന്ന് പറയണത് നമ്മളുടെ അധ്യാത്മയാത്രയിൽ ഒരു ഘട്ടം മാത്രമാണ്. അതിനെയും നിങ്ങൾ കടക്കണം ഒരു സ്റ്റേജില്. അവിടെയാണ് അയാൾ പതുക്കെ ഈ അഗ്നികാര്യങ്ങളും ഒക്കെ നിർത്തിയിട്ട് വാനപ്രസ്ഥനും ക്രമേണ സന്യാസിയും ആവുമ്പോ ഇയാൾക്കൊന്നും കൊടുക്കാനും വാങ്ങാനും ആരുടെ അടുത്തും ഒന്നുമില്ല. ഇയാൾ പൂർണ്ണമായും ആത്മനിഷ്ഠനായിട്ട് തീരുകയാണ്. ജ്ഞാനത്തിൽ മാത്രമാണ് അയാൾക്ക് ശ്രദ്ധ. അങ്ങനെ ആവുമ്പോ ഇയാള് അഗ്നികാര്യങ്ങളെയൊക്കെ വിടും. കുറെ കാലം കഴിയുമ്പോ എന്തായി? ക്രമേണ ഈ അഗ്നികാര്യങ്ങളെയൊക്കെ വിടുന്നതാണ് സന്യാസം എന്ന് മാത്രം അർത്ഥം ചെയ്തു. സന്യാസം എന്ന് പറഞ്ഞാൽ കാഷായം ഉടുക്കുകയും പേരു മാറ്റുകയും. ഇപ്പൊ ഇന്ന് കാണുന്ന സന്യാസം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സന്യാസം എന്ന് പറഞ്ഞാൽ അവര് സർവകർമ്മങ്ങളും വിട്ട് വേദാന്ത ശ്രവണം ചെയ്യണമെന്നാണ്. സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളെ സന്യാസി എന്ന് വിളിച്ചിരുന്നില്ല. കാരണം സൊസൈറ്റിയിലുള്ള പ്രവർത്തനം നിഷിദ്ധമല്ല. സൊസൈറ്റിയിലുള്ള പ്രവർത്തനം വേണ്ടതാണ്. സൊസൈറ്റിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. പക്ഷെ പ്രവർത്തിക്കേണ്ട ആള് സന്യാസ വസ്ത്രം ധരിക്കാൻ പാടില്ല. സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോ അയാൾക്ക് ഇതിന് അധികാരമില്ല. എപ്പോൾ അയാൾ സന്യാസത്തിന് അധികാരമുണ്ടോ അപ്പൊ അയാൾ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ അധികാരിയല്ല. സമൂഹത്തിൽ നിന്ന് പുറത്തു പോകുന്ന യൂണിഫോമാണ് സന്യാസം. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടാവില്ല. എന്നാലും ഞാൻ ആ ശാസ്ത്രത്തിലുള്ളത് അതേപടി പറയണു, അത്രയേ ഉള്ളൂ. എന്റെ കലർപ്പൊന്നുമില്ല. ചോദ്യം ചെയ്താൽ അവരവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അത് കാര്യം വേറെ. അപ്പോ സന്യാസം എന്ന് പറയുമ്പോ ശാസ്ത്രീയമായിട്ട് വരുമ്പോ ബാഹ്യമായി സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി അവരുടെ ഒരേ ലക്ഷ്യം വേദാന്ത ശ്രവണമും വേദാന്ത വിചാരമും ഒക്കെ ആയിട്ട് തീരാൻ. പക്ഷെ ആ വേദാന്ത ശ്രവണത്തിന് അധികാരിയല്ലാത്തവൻ, എന്നുവെച്ചാൽ അതിനും അവന് പക്വതയായില്ല, അവന് ലോകത്തുനിന്ന് വിട്ടും മനസ്സ് പോകണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആ ഒരു മിഡിൽ പോർഷനിലാണ് ഭഗവാൻ ഇവിടെ സന്യാസ ലക്ഷണം പറയണത്. സന്യാസത്തിന് ഒരാൾ വെറുതെ നഹി സന്യസനാദേവ സിദ്ധിം സമധികച്ചതി, കാഷായം ഉടുത്തതുകൊണ്ടോ പേര് മാറ്റിയതുകൊണ്ടോ ഒരാളുടെ സ്വാഭാവികമായ ശരീരത്തിന്റെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ ഹാബിറ്റ്സ് ഇതൊന്നും മാറില്ല. ഇതൊക്കെ മാറണമെങ്കിൽ അതൊക്കെ യജിച്ച് തന്നെ നീക്കം ചെയ്യണം. ഒരു റവല്യൂഷൻ, ഒരു വിപ്ലവം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വഭാവത്തില് അത് യജിച്ച് തന്നെ നീക്കം ചെയ്യണം. അതെങ്ങനെ നീക്കം ചെയ്യും? ഭഗവാൻ അതിനാണ് ഒരു വഴി പറഞ്ഞത്. കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ പ്രവർത്തിച്ച് പഠിക്കുകയാണ്. കർമ്മഫലത്തിനെ സ്വീകരിക്കാതെ എന്ന് പറഞ്ഞില്ല. കർമ്മഫലം നമുക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടറേ അല്ല. പിന്നെ എന്തിനു പ്രവർത്തിക്കണം? പ്രവൃത്തി ചെയ്യണം, അതിനുവേണ്ടി ചെയ്യണം. ഞാൻ എന്ത് കർമ്മം ചെയ്യാൻ ഈ ശരീരം വന്നിട്ടുണ്ടോ അത് ഈ ശരീരം ആ കർമ്മം ചെയ്യണു. അങ്ങനെ നിസ്സംഗമായ ശരീരം കർമ്മം ചെയ്താൽ അതിൽ കുറെ കഴിയുമ്പോ മറ്റൊരു ശക്തി അതിനകത്തേക്ക് കടന്നു വരും.
അത് ഈ അടുത്ത കാലത്ത് വളരെയധികം ആ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് പല ആളുകളും. അവർ പറയുന്നുണ്ട്, ഒരു ആള് കുറെ കാലം സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിച്ചാൽ അയാളുടെ പ്രവൃത്തിയുടെ മണ്ഡലം അസാമാന്യമായി വികസിക്കുമെന്നാണ്. എന്നുവെച്ചാൽ അയാളുടെ ഉള്ളിലേക്ക് സമഗ്രമായ ഒരു ശക്തി പ്രവേശിക്കും. ആ സമഗ്ര ശക്തി അയാളുടെ പ്രവൃത്തിയെ 1000 മടങ്ങ് 1,00,000 മടങ്ങ് അധികമാക്കി തീർക്കും, അതിന്റെ ഇമ്പാക്ട്. പക്ഷെ ഇയാളിൽ അല്പം പോലും ഫലത്തിനുള്ള കാംക്ഷയോ കർമ്മത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ആഗ്രഹമോ, അല്ല കർമ്മം ചെയ്തിട്ട് വേണം ഞാൻ പൂർണ്ണമാവണം എന്നുള്ള ആഗ്രഹമോ ഒന്നുമില്ല. ചെയ്യേണ്ടതാണ് താൻ എന്ന് പറഞ്ഞ് ചെയ്യണു. അനാശ്രിത കർമ്മഫലം. ഇത് വലിയ കർമ്മമൊന്നും ചെയ്യണ്ട, അവനവൻ എന്ത് കർമ്മം ചെയ്യാനുണ്ടോ അത് ചെയ്താൽ മതി. അടുക്കള പണിയെങ്കിൽ അടുക്കള പണി, അവനവന് ചെറിയ ചെറിയ ജോലി എന്തുണ്ടോ ആ ജോലി അങ്ങനെ ചെയ്താൽ ഭഗവാൻ പറയണത് സന്യാസീച്ച യോഗീച്ച. അവൻ സന്യാസിയുമാണ്, അവൻ യോഗിയുമാണ്. നിരഗ്നിഹീന ച അക്രിയ. അല്ലാതെ ഉള്ള അനുഷ്ഠാനങ്ങളും മറ്റുമൊക്കെ വിട്ടതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാവില്ല. ഗൃഹസ്ഥന്റെ ലക്ഷണങ്ങളൊക്കെ വിട്ടതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാവില്ല. സന്യാസത്തിന്റെ പ്രിപ്പറേഷൻ, ഗൗണസന്യാസം എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഇതിന് പറയണത്. പ്രിപ്പറേഷൻ ഫോർ ദറ്റ് ഹയർ സന്യാസം. അതിന് കർമ്മം നമ്മൾ എവിടെ ഇരിക്കണോ അവിടുന്ന് തുടങ്ങണം, ഒന്നും മാറ്റാൻ പാടില്ല. കാരണം നമ്മളെ എവിടെ വെച്ചിരിക്കണോ അവിടെ നമ്മളുടെ അധ്യാത്മ പുരോഗതിക്ക് വേണ്ട സാമാനങ്ങളൊക്കെ അവിടെ, സാമഗ്രികളൊക്കെ അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ള കണ്ണ് നമുക്ക് വേണം. പല ആളുകളും ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എവിടെയോ പോയിട്ട് വേണം എന്തോ ആവാൻ, എന്തോ പേര് മാറ്റണം, എന്തോ വേഷം മാറ്റണം, അല്ലെങ്കിൽ എവിടെയോ ഒരിടത്ത് പോയി ഒരു ആശ്രമത്തിൽ പോയി താമസിച്ചിട്ട് വേണം എനിക്ക് സാധന ചെയ്യാൻ എന്നൊക്കെ ധരിക്കുകയാണ്. ഒന്നും നടക്കുകയില്ല. അതൊക്കെ ചെയ്തു നോക്കിക്കോളൂ, അവസാനം അതൊക്കെ പരാജയപ്പെടും. ഏത് സിറ്റുവേഷനിൽ നമ്മളെ ഭഗവാൻ വെച്ചിരിക്കണമോ, എന്തൊക്കെ കുഴപ്പങ്ങൾ ചുറ്റുമുണ്ടോ ആ കുഴപ്പങ്ങൾക്ക് നടുവിൽ നമ്മളെ കൊണ്ട് ചെയ്യേണ്ടതായ കർമ്മം അല്പം പോലും ഫലത്തിൽ ആശ്രയിക്കാതെ, ആശ്രയം ഭഗവാനെയാണ്. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ആ കർമ്മത്തിന് ഒരു ആരാധനയായിട്ട് ഭഗവതാശ്രയ ബുദ്ധിയോടുകൂടെ, ഫലത്തിനെ ആശ്രയിക്കാതെ. എന്നുവെച്ചാൽ ഫലം കിട്ടിയിട്ട് വേണം എനിക്ക് സുഖിക്കാൻ എന്നില്ല. ഒരു സന്യാസി, അദ്ദേഹത്തിന് ചെറിയൊരു ആശ്രമം ഉണ്ടായിരുന്നു. ആശ്രമത്തില് പുറകെ കുറച്ച് തോട്ടമുണ്ട്. അദ്ദേഹം തന്നെ വാഴ ധാരാളം വെക്കും, വാഴ നട്ട് വളർത്തും. മെനക്കെട്ട് വിഷമിച്ച് ചാലി കയറി വെള്ളം കൊണ്ടുവന്ന്, വെള്ളമൊക്കെ കിണറ്റുനിന്ന് മുക്കി കിണറ്റുനിന്ന് കോരിയെടുത്തുകൊണ്ട് വന്ന് ഒഴിച്ച് വാഴയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല നല്ല വാഴ തൈകൾ കൊണ്ടുവന്ന് നട്ട് വളർത്തി വാഴ കുലയ്ക്കും. കുറേ ദിവസം കഴിയുമ്പോ, ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് പരിചയമുള്ള അടുത്തുള്ള ആളുകള്, അവർക്കൊരു കാര്യം മാത്രം മനസ്സിലായില്ല. ഇദ്ദേഹം ഇത്രയധികം വാഴ വെക്കണുണ്ട്, പക്ഷെ കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ കായൊക്കെ എന്താ ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഇയാളെ കൊണ്ടുപോയി വിൽക്കണതും കാണണില്ല, ഒന്നും കാണണില്ല. അപ്പൊ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, അതൊക്കെ വേണ്ടവർക്ക് ഉള്ളതാണ് എന്ന് മാത്രം പറഞ്ഞു. വേണ്ടവർക്കുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ഇവര് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവർക്ക് അടുത്തുള്ള ചില കൂലിക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോ മനസ്സിലായി, 3 വർഷമായിട്ട് ഇദ്ദേഹം ഒരേപോലെ ചെയ്യണുണ്ട്. ആദ്യത്തെ വർഷം തന്നെ എന്തായിന്ന് വെച്ചാൽ ഏകദേശം കായൊക്കെ മൂത്തപ്പോ ആരോ വന്ന ഒക്കെ കൊണ്ടുപോയി, കട്ടോണ്ടുപോയി, മോഷ്ടിച്ചോണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം നോക്കുമ്പോ ഒന്നുമില്ല. അതിനായിട്ട് അദ്ദേഹം ബഹളം കൂട്ടിയില്ല, വളരെ സന്തോഷിച്ചു. അടുത്ത വർഷം പിന്നെയും ചെയ്തു, അതേപോലെ മെനക്കെട്ടു, ഒരു വിഷമില്ലാതെ അതേപോലെ വാഴ വെക്കുകയും വെള്ളം ഒഴിക്കുകയും വെള്ളം ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ആ വർഷവും കൊണ്ടുപോയി. കൂടുതൽ സന്തോഷത്തോടുകൂടെ 3-ാമത്തെ വർഷം പണി ചെയ്തു.
അപ്പൊ ഈ അറിഞ്ഞവര് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സ്വാമി എന്തിനാ ഇങ്ങനെ മെനക്കെടണ? എന്ത് മെനക്കെട? അല്ല, ഈ വാഴ വെച്ച് കായ്ക്കണ കണ്ടില്ലേ, എത്ര നല്ല നല്ല കായ്കളാ, പല വിധത്തിലുള്ള വാഴക്കായാണ്, പല വിധത്തിലുള്ള വാഴപ്പഴമാണ് കിട്ടണത്. ശരി സ്വാമി, അതൊക്കെ ഇങ്ങനെ മോഷണം പോയി എന്ന് ഞങ്ങൾ അറിഞ്ഞുവല്ലോ. മോഷണമൊന്നുമല്ല, ഞാൻ ഈ മെനക്കെടണത് എന്തിനാന്ന് വെച്ചാൽ എനിക്കിപ്പോ വേറെ പണിയൊന്നുമില്ല, ഈ ശരീരം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ വാഴ വയ്ക്കും, തൈ നട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളം ഇട്ട് കൊടുത്ത് വളർത്തും. പിന്നെ ഞാൻ ആദ്യത്തെ വർഷം ഉദ്ദേശിച്ചത് ഇത് കായ്ക്കുമ്പോ ഇതിന്റെ കായൊക്കെ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഈ അടുത്ത വീട്ടുകാർക്കൊക്കെ കൊണ്ടു കൊടുക്കണം. അതാണ് എന്റെ ഒരേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ആരോ വന്ന് രാത്രി വന്ന് കൊണ്ടുപോയി. അപ്പൊ അടുത്ത ദിവസം ഞാൻ ആലോചിച്ചു നോക്കി, ഭഗവാന്റെ ഒരു കൃപ എന്താന്ന് വെച്ചാൽ ഞാനിത് മുഴുവൻ വെട്ടിയെടുക്കണം, മെനക്കെടണമെന്ന്. ഇത് ഓരോന്ന് കൊണ്ടുകൊടുത്താൽ ചിലപ്പോ നിങ്ങൾക്കൊന്നും വേണ്ടിയിരിക്കില്ല, ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോ നിങ്ങളത് കേടുവരുത്തി കളഞ്ഞു എന്ന് വരും. ഞാൻ പിന്നെ ഓരോ വീടായി കയറി കൊണ്ടു കൊടുക്കണം. ചിലർക്ക് ആവശ്യം ഉണ്ടാവും, ചിലർക്ക് ആവശ്യം ഉണ്ടാവില്ല. ചിലർ തിന്നും, ചിലർ കേടുവരുത്തി കളയും. ഇതിപ്പോ ആ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആർക്കാണോ ആവശ്യം അവര് തന്നെ വന്ന് എടുത്തോണ്ട് പോണ്ട്. എന്റെ പ്രവൃത്തി സഫലമായി. പിന്നെ നിങ്ങൾക്കൊക്കെ കൊണ്ടു തരുമ്പോ എനിക്ക് ചെറിയൊരു പ്രതിഫലം കിട്ടും. എന്താ പ്രതിഫലം എന്ന് വെച്ചാൽ, നിങ്ങൾ വാങ്ങിക്കുമ്പോ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷം കണ്ട് ഞാൻ സന്തോഷിക്കും. ഇപ്പൊ അതൊന്നും കാണാനും ഭഗവാൻ വെച്ചില്ല. അതുകൊണ്ട് ആ ഡയറക്റ്റ് ആയിട്ട് ഐ എം നോട്ട് സീക്കിങ്, അതിലൊരു ചിലപ്പോ ഒരു ആശ്രയം വന്നു പോകും. ചിലർക്ക് ആരെങ്കിലുമൊക്കെ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ മനസ്സിന് സന്താപമാവും. ചിലർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് ആ വാഴപ്പഴം കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുമ്പോ എനിക്കൊരു സന്തോഷമാവും. അടുത്ത വർഷം കൊണ്ടു തരുമ്പോ ആ സന്തോഷം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഈ ബന്ധമൊന്നുമില്ല. പ്രവൃത്തി ചെയ്യണു, ആവശ്യമുള്ളവർ കൊണ്ടുപോകണം. അത് നമ്മളുടെ മുമ്പിലേക്കേ വരാതെ അവരെടുത്തോണ്ട് പോണത് കൊണ്ട് സമഗ്രം പ്രവിലീയത്തെ എന്ന് പറഞ്ഞത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. അതിന്റെ ഫലം മുഴുവൻ ഇറ്റ് ഗെറ്റ്സ് ഇമർജ്ഡ് ഇൻ ടോട്ടാലിറ്റി. എവിടെയാ പോണെന്ന് എനിക്കറിയില്ല, ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി യാതൊരു വിഷമം കൂടാതെ ചെയ്തുകൊണ്ട് പോവാം. നിങ്ങൾ ആരും തടസ്സം നിൽക്കരുത്. അവര് യാതൊരു വിധത്തിലും എനിക്ക് വിഷമം തരാതെ കൊണ്ടുപോകണ്ടല്ലോ. ഇതേപോലെ അവരെല്ലാ വർഷവും ഒന്ന് കൊണ്ടുപോകണം. ഇതാണ് കർമ്മയോഗം. അനാശ്രിത കർമ്മഫലത്തിന് ആശ്രയിക്കണേ ഇല്ല എന്നാണ്. ചെയ്യേണ്ട കർമ്മം ചെയ്യണു. കാര്യം കർമ്മ കരോതിയാഹം. അങ്ങനെ ആര് ചെയ്യണു? നമ്മളിപ്പോ ആഹാരം പാചകം ചെയ്ത് കഴിയുമ്പോ ഊണ് കഴിക്കണവരുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയുണ്ട് ചോദിക്കുമല്ലോ അല്ലെ. അവര് നന്നായിട്ടേ ഇല്ല എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് വേണ്ടി മെനക്കെടണമല്ലോ. ചിലപ്പോ ദേഷ്യം വന്നു എന്ന് വരാം. സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ വരണില്ല ഭാഗവതത്തില്. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് സ്ത്രീകൾക്ക് ഈ മുക്തിമാർഗം വളരെ എളുപ്പമാണ് എന്നാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടിടത്തോളം ഒരു ഭർത്താവും 40 വർഷം 50 വർഷം ഭാര്യയെ പാചകം ചെയ്തിട്ടും നീ നന്നായിട്ട് പാചകം ചെയ്യേണ്ടെന്ന് പറയില്ല. എന്നാലും അവര് ചെയ്യും, ചെയ്തു വെച്ചു കൊടുക്കും. കുട്ടികളും ഒക്കെ അമ്മ പാചകം ചെയ്യണത് നന്നല്ല എന്ന് പറഞ്ഞാലും അമ്മ പാചകം ചെയ്യും അല്ലേ. അതൊരു നമ്മളറിയാതെ നമുക്കൊരു ചാൻസ് കിട്ടിയതാണ്. ഈ അടുക്കള പണി എന്ന് പറയുന്നത് ഒരിക്കലും നികൃഷ്ടമായിട്ട് കണക്കാക്കരുത്. ഭാഗവതത്തിൽ വിപ്രപത്നികളെ ഭഗവാൻ ഏറ്റവും അധികം സ്തുതിക്കുന്നതും എളുപ്പത്തിൽ അവർക്ക് ഭഗവത് പ്രാപ്തി കിട്ടിയത് അതുകൊണ്ടാണ്. എന്താന്ന് വെച്ചാൽ ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നത് കയ്യിൽ വീണ് കിട്ടിയിരിക്കുന്ന മുക്തിമാർഗമാണ്. ഇത് സാമൂഹികമായിട്ട് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ നമ്മളെ താഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞു നമ്മളെ സമ്പാദിക്കാൻ പാടില്ലേ എന്നൊക്കെ. ഇതൊക്കെ ഈ സമ്പാദിക്കാൻ പോണതും ജോലി എടുക്കാൻ പോണതും ഒക്കെ വലിയ പുലിവാലാണ്. ആ ടെൻഷനൊന്നും ഒന്നാമതില്ല. 2, അടുക്കളയിൽ 50 വർഷം ജോലി ചെയ്തിട്ടും പാചക ശിരോമണി പാചക കലാനിധി അവാർഡൊന്നും ആരും തരാൻ പോണില്ല. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കണില്ല. നമ്മളെ അറിയാതെ തന്നെ നമ്മൾ കർമ്മയോഗത്തിന്റെ ഒരു മണ്ഡലത്തിലേക്ക് വീണിരിക്കുകയാണ്. അതിൽ നമ്മളറിയാതെ തന്നെ നമുക്കതിനൊരു കഴിവുണ്ട്. ചെയ്തുകൊണ്ടേയിരുന്നാൽ എളുപ്പത്തിൽ ചിത്തം ശുദ്ധമാവും. പല അമ്മമാരും അവരറിയാതെ തന്നെ അവര് പക്വമാവും. അതുകൊണ്ട് ആ പാചകം ചെയ്യുക, അടുക്കളപ്പണി ചെയ്യുക എന്ന് പറയണത് ഒരു വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സാധനയാണ്. അവര് വേറെ നാമം ജപിച്ചിട്ടില്ലെങ്കിലും പൂജ ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അത് വീണ് കിട്ടിയിട്ടുള്ള ഒരു അധ്യാത്മ സാധനയാണ്. അനാശ്രിത കർമ്മഫലം
കാര്യം ചെയ്യേണ്ട കർമ്മമാണ് ചെയ്യണത്. കാര്യം കർമ്മ കരോതിയഹ സ സന്യാസീച്ച യോഗീച്ച. അങ്ങനെയുള്ള ആള് സന്യാസിയാണ്, അയാൾ യോഗിയുമാണ്. സന്യാസി തന്നെയാണ് യോഗി. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. സന്യാസവും യോഗവും ട്രാൻസ്ലേറ്റ് ചെയ്താൽ വിപരീതാർത്ഥമാണ്. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, സന്യാസം എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയുക. രണ്ടും വെർബലി അർത്ഥം രണ്ടാണ്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യം സന്യാസമിതി പ്രാഹുഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ യോഗീ ഭവതി കശ്ചന. സന്യാസവും യോഗവും ഒന്നാണ്. ഏതോ ഒന്നിനോടുകൂടെ ഉള്ള സംഘത്തിനെ വിടുന്നു, അപ്പൊ മറ്റൊന്നിനോടുള്ള സംഘം നമുക്ക് അനുഭവത്തിൽ വരണം. സുഷുപ്തി അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോ ശരീരത്തിനോടും മനസ്സിനോടും ബുദ്ധിയോടും ലോകത്തിനോടും ഒക്കെ ഉള്ള സംഘം മുഴുവൻ വിട്ടുപോകുന്നു. അപ്പോഴാണ് ആത്മാവിന്റെ സ്വതസിദ്ധമായ സുഖം ആവിർഭവിക്കുന്നത്. ദേഹത്തിന് ഓർമ്മ വെച്ചുകൊണ്ടിരുന്ന ഉറങ്ങാൻ പറ്റുമോ? ലോകത്തിലുള്ളതിന് വിട്ടുപോയിട്ടില്ലെങ്കിൽ ഉറക്കം എന്നുള്ള അവസ്ഥ വരില്ല. ഇത് വിട്ടുപോകുമ്പോ ഇത് വിട്ടുപോകുന്നതും അത് ആവിർഭവിക്കുന്നതും ഒരേ സമയത്ത് നടക്കുക, അല്ലേ? അതേപോലെ കർമ്മഫലത്തിനെ സന്യസിച്ചാൽ, ഫല ഇച്ഛയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ ആത്മാവിനോടുള്ള നിത്യയോഗം നമുക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മള് നേടിയെടുക്കേണ്ടതല്ല, മെഡിറ്റേഷൻ കൊണ്ട് നേടിയെടുക്കുകയല്ല ചെയ്യണത്. നമുക്ക് മറ്റു വസ്തുക്കളോടുള്ള ആശ്രയം വിട്ടുകഴിയുമ്പോ നിത്യമായ ആശ്രയമായ വസ്തു ഉള്ളിൽ പ്രകാശിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ആശ്രയിക്കാനൊന്നുമില്ല, നമ്മൾ സ്വയമേവ പൂർണ്ണരാണെന്ന് മനസ്സിലാവും. അനുഭവത്തിൽ വരും, പതുക്കെ പതുക്കെ തെളിയും, ഡിസ്കവർ ആവും, കവർ അങ്ങോട്ട് നീങ്ങും. നമ്മൾ ഫലത്തിനെ ആശ്രയിക്കും തോറും നമ്മൾ കൃപണന്മാരാണെന്നാണ്, പിശുക്കന്മാരാണ്. ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ നമ്മൾ ഏകദേശീയം, നാരോ ഡൗൺ ആയിട്ട് തീരും. ഫലത്തിനെ ആശ്രയിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഏകദേശീയ സത്ത പോകും, അഖണ്ഡമായിട്ടിരിക്കും. അപ്പോ യോഗം എന്ന് പറയണത്, യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് ശീർഷാസനം, പദ്മാസനം, ശവാസനം, ഇതൊക്കെയാണ് യോഗം ധരിക്കുന്നത്. ഇതൊന്നുമല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവിന്റെ അനുഭവത്തിനെയാണ് ഭഗവാൻ ഇവിടെ യോഗം എന്ന് പറയുന്നത്. ഉപേക്ഷിക്കുമ്പോ പൂർണ്ണത പ്രകാശിക്കും. നമ്മള് ധരിക്കണത് നേടിയെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സുഖിക്കുമെന്നാണ് ഭഗവാൻ പറയണത്. തള്ളി മാറ്റുമ്പോ സ്പേസ് ഉണ്ടാവും, സ്പേഷ്യസ് ആവും, അല്ലെ? തള്ളി മാറ്റുമ്പോ, പലതും ഉപേക്ഷിക്കുമ്പോ, പലതിനെ ആശ്രയിക്കാതാവുമ്പോ നിങ്ങൾ കാണും പൂർണ്ണത നിങ്ങളിൽ ഉണ്ട്. നിങ്ങൾ പുറമേ നിന്ന് നേടിയെടുക്കണ്ട, ആശ്രയം നമ്മളിലുണ്ട്. നമ്മൾ ആശ്രയിക്കേണ്ട ഒരു വസ്തുവും പുറത്ത് ആശ്രയിക്കാനില്ല. എല്ലാ ആശ്രയവും വിട്ടുകഴിഞ്ഞാൽ നമ്മൾ കാണാം നമ്മൾ സ്വയമേവ പൂർണ്ണനാണ്, സ്വതന്ത്രനാണ്, മുക്തനാണ്. യം സന്യാസമിതി പ്രാഹുഹു യോഗം തം വിദ്ധി പാണ്ഡവ. ബാഹ്യമായൊക്കെ ഉപേക്ഷിക്കപ്പെടുമ്പോ തന്നെ നമ്മളല്ലാത്ത വസ്തുക്കളോടുള്ള പറ്റുവിടുമ്പോ നമ്മൾ എന്താണോ അത് പ്രകാശിക്കും. അറിയണ്ടോന്നറിയില്ല. വീണ്ടും വീണ്ടും ആ സുഷുപ്തി അവസ്ഥയെ നോക്കുക. എല്ലാം വിട്ടുപോവാണ്. സുഖമായി ഉറങ്ങുമ്പോ ശരീരമില്ല, മനസ്സില്ല, അഹങ്കാരമില്ല, ഒക്കെ പോയി. പക്ഷെ ആ സുഖം എവിടുന്ന് വന്നു? ആ സുഖം എവിടുന്ന് വന്നു? എല്ലാം പോയപ്പോ, അതുകൊണ്ട് ബൃഹദാരണ്യക ഉപനിഷത്ത് പറഞ്ഞത് ആത്മാവ് താനേ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് ഉറക്കമെന്നാണ്. അസംഗോഹ്യം പുരുഷ. ഈ പുരുഷൻ സ്വയമേവ ശരീരത്തിനോടുള്ള പറ്റിനെയൊക്കെ വിടുകയാണ് ഉറക്കത്തിലേക്ക് പോകുമ്പോ, അല്ലേ? എത്ര നാച്ചുറലാണ് നോക്കൂ. ദേഹവുമായിട്ടുള്ളതൊക്കെ അസ്യൂംഡ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് വളരെ ലാഘവത്തോടുകൂടെ ഉറക്കത്തിൽ പോകുമ്പോൾ ദേഹത്തിനെയൊക്കെ വിടുന്നത്, ലോകത്തിനെയൊക്കെ വിടുന്നത്, മനസ്സിനെയും ഉപേക്ഷിക്കുന്നു. പിന്നെ നമ്മൾ എന്തായിരുന്നു അറിയില്ല, സുഖമായിരുന്നു എന്ന് മാത്രം അറിയുന്നുണ്ട്, പിന്നെ ഒന്നും അറിയണില്ല അവിടുത്തെ കാര്യം. അപ്പോ സന്യാസം എന്ന് ഭഗവാൻ ഇവിടെ പറയണത് ആത്മജ്ഞാനമാണ് സന്യാസം. നമുക്ക് കർമ്മമോ കർമ്മഫലമോ വേണ്ട. നമ്മളുടെ പൂർണ്ണതയ്ക്ക് നമുക്ക് പൂർണ്ണമായിരിക്കാൻ ശരീരമേ വേണ്ട.
ശരീരമില്ലാതെ തന്നെ സുഷുപ്തിയിൽ നമ്മൾ പൂർണ്ണരായിരുന്നു. നമ്മളുടെ സത്ത ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കണില്ല. ശരീരമാണ് നമ്മളിൽ ഒരു അപ്പിയറൻസ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അത് എത്ര കാലം നിൽക്കണോ നിൽക്കും, മറഞ്ഞു പോകും. ജയിലിൽ കുറെ കാലം കിടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ജയിലില്ലാതെ സുഖിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ സൂക്കേടുണ്ട്. 10 വർഷം ഒരാൾ ജയിലിൽ കിടന്നു, അത് കഴിഞ്ഞ് അയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈപിടിച്ച് നടക്കണു അത്രേ, 4 വിരൽ മുമ്പിൽ വെച്ചിട്ട്. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാലേ ഒരു സുഖമുള്ളൂ എന്നാണ്. അയാൾക്ക് കമ്പിയുടെ ഇടയിൽ കൂടെ നോക്കണം. അപ്പൊ 4 വിരല് മുമ്പിൽ വെച്ച് പിടിച്ച് അതിന്റെ ഇടയിൽ കൂടെ നോക്കിക്കൊണ്ടേ നടക്കും. അതൊരു സൂക്കേടായി മാറിയത്രേ. അതുപോലെ നമ്മളല്ലാത്ത എന്തിനോടോ ഉള്ള ഒരു പറ്റ് കാരണം നമ്മൾ വാസ്തവത്തിൽ എന്താണെന്ന് നമ്മൾ മറന്നു കഴിഞ്ഞു. ഉപനിഷത്തിൽ പറയുന്ന കഥ, രാജകുമാരൻ എവിടെയോ കാട്ടിൽ പോയി കാട്ടുജാതിക്കാരുടെ കൂടെ ജീവിച്ചു. താൻ രാജാവിന്റെ മകനാണെന്നും രാജ്യാധിപതിയാണെന്നും ഒക്കെ മറന്നുപോയി. അയാളെ വിളിച്ചുകൊണ്ടുവന്ന അവസാനം എപ്പോഴോ തിരിച്ചു കിട്ടുകയാണ്. തിരിച്ചു കിട്ടി അയാളെ ഇനി എന്ത് ചെയ്യണം? നേരെ ചൊവ്വെ പറഞ്ഞ് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ അല്ലേ? നീ രാജകുമാരനാണ്, രാജ്യം ഭരിക്കേണ്ട ആളാണ്. അതുപോലെ ആചാര്യൻ ചെയ്യണതും ഇത്രയേ ഉള്ളൂ. നീ ശരീരമല്ല. ഈ ശരീരത്തിന്റെ ദോഷങ്ങളൊന്നും നിന്നിലില്ല. നിന്നിൽ ഉണ്ടെങ്കിൽ ആരെ കൊണ്ടോ നീക്കാനും പറ്റില്ല. ഒരു ശാസ്ത്രത്തിനെ കൊണ്ടും നിങ്ങൾ ശരീരമാണെങ്കിൽ നിങ്ങൾക്ക് മുക്തി തരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ശരീരമാണെന്ന് ധരിച്ചുകൊണ്ട് മുക്തി നേടാൻ പറ്റില്ല. അപ്പൊ നമ്മളെ തന്നെ നമ്മളെ പുതിയതായിട്ട് കാണുകയാണ്. അതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. സൂക്ഷ്മ ദർശനമാണ്. നമ്മളുടെ പൂർണ്ണതയ്ക്ക് നമുക്ക് ദേഹം ആവശ്യമില്ല. എന്നാൽ ദേഹം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ദേഹത്തിനെ ഒന്നും തള്ളിക്കളയാനല്ല, അത് എന്തു പ്രവൃത്തി ചെയ്യാൻ ലോകത്തിൽ വന്നിരിക്കണോ ആ പ്രവൃത്തിയിൽ നമ്മൾ കുറുകെ നിൽക്കാതിരിക്കുക. ആ പ്രവൃത്തി കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അപ്പൊ എന്താവും? ഭംഗിയാവും പ്രവൃത്തി. കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് ചെയ്യണു. അത് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് എന്ത് വേണം? നമുക്ക് കുറെ പണം കിട്ടി, അത് എത്ര കണ്ട് നമ്മൾ ഉപയോഗിക്കും? ഊണ് കഴിക്കണം, ഉറങ്ങണം, ജീവിക്കണം, ഇത്രയല്ലേ വേണ്ടു അല്ലേ? ആഗ്രഹം കുറയ്ക്കും തോറും നമ്മൾ സ്വതന്ത്രരാവും. ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിൽ നാരദൻ പറയണ്ട്, ഒരു ഗൃഹസ്ഥന് പ്രാരബ്ധമനുസരിച്ച് ധാരാളം പണം കിട്ടണ്ടെങ്കിൽ കിട്ടട്ടെ, തള്ളിക്കളയൊന്നും വേണ്ട. പക്ഷെ അയാളെ ഒരു ഭാവം ഉള്ളിൽ വെച്ചാ മതി. യാവത് ബ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം. വയറ് നിറയ്ക്കാൻ എത്ര വേണോ അത്രേ എന്റെ ഉള്ളൂ, അതിൽ കൂടുതലൊക്കെ ഇവിടെ ഉണ്ട്. അത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വ്യവഹരിക്കാനും പുറപ്പെടുകയൊന്നും വേണ്ട. ആരെങ്കിലുമൊക്കെ എതിർച്ചയാ വന്നോ, അവർക്ക് ആവശ്യമുണ്ടോ, കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് മറന്നു കളയണം. പത്രത്തിലൊന്നും ഇടാൻ പാടില്ല. അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പാടില്ല. എന്നാൽ പിന്നെ അതൊരു ചങ്ങലയായിട്ട് മാറും. പിന്നെയും അതിൽ എന്തൊക്കെയോ പ്രവർത്തികൾ വരും. സർവീസ് എന്ന് പറയുന്നത് എന്താ? യു ഹാവ് ടു സെർവ് വിത്ത് ഈസ്. ദർ ഷുഡ് നോട്ട് ബി എനി കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട് there. സെർവ് വിത്ത് എന്ത്? ഈസ്. EAS ഈസ് മാത്രല്ല, IS ഈസുമാണ്. ഇൻ ഈസ്നെസ്, ഇരുപ്പ് സ്വരൂപത്തിലിരുന്നു കൊണ്ട് യു ഹാവ് ടു സെർവ്. വാട്ട് ഈസ്? അപ്പോ ഗൃഹസ്ഥന് കർമ്മം ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ കർമ്മത്തിൽ നിന്ന് വിമുക്തനാവാനാണ് കർമ്മം ചെയ്യണത്. കർമ്മം നമ്മളെ സ്വതന്ത്രമാക്കും. കർമ്മം തന്നെ നമുക്ക് പൂജയായിട്ട് തീരും, ആരാധനയായിട്ട് തീരും. എന്തു കർമ്മവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി ചെയ്യണില്ല, എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടാൻ വേണ്ടി ചെയ്യണില്ല. അങ്ങനെ ചെയ്യും തോറും നമ്മളിൽ പ്രേമം ഉറവെടുക്കും, പ്രിയം ഉറവെടുക്കും. നമ്മൾ പതുക്കെ എല്ലാരിലും ഉറങ്ങിക്കിടക്കുന്നതായ നമ്മളുടെ ഉള്ളിൽ കണ്ട ആ സ്വത്വത്തിനെ അവിടെയും കാണും. അതിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കാണും ഓരോരുത്തരിലും. ആ കാണുന്നത് തന്നെ വലിയൊരു ആനന്ദമായിട്ട് തീരും. മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
എന്റെ ആരാധനാമൂർത്തിയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ ഉണരുന്നത് എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഇവിടെ ഇരുന്ന് നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് ആ പൂജയാവും. അങ്ങനെ ഞാൻ കാണുകയാണെങ്കിൽ എന്റെ ആ ദൃഷ്ടി തന്നെ നിങ്ങളിൽ ആനന്ദം ഉണ്ടാക്കും. ആ ആനന്ദത്തോടുകൂടെ നിങ്ങളെ എന്നെ നോക്കുമ്പോ എനിക്കും ആനന്ദം ഉണ്ടാവും. അത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഉള്ളതല്ല, ഐക്യാനുഭവമാണ്. പറയണ ആള് കേൾക്കണ ആളോ ഒന്നുമില്ല. ഇതേപോലെ നമ്മൾ ഒരു ഭിക്ഷക്കാരന് കൊടുക്കുമ്പോ, എന്തെങ്കിലും ആർക്കെങ്കിലും വിശക്കണ ആളൊക്കെ കൊടുക്കുമ്പോ, അതിലൊക്കെ നമ്മൾക്കിപ്പോ പലരും നമ്മളുടെ ബുദ്ധിയിൽ വരും, ആളുകൾ ചൂഷണം ചെയ്യൂലേ, അങ്ങനെയൊന്നും. അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എതിർച്ഛാ നിയമമാണത്. എതിർച്ച നമ്മളുടെ കയ്യിലുണ്ടോ കൊടുക്കുക, ഇല്ലാത്തവൻ കൊടുക്കാൻ കടപ്പാടുള്ളവനുമല്ല. കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിന് പുറകിൽ ഒരു കാര്യം അറിയണം. നമ്മൾ ആരെയും കൊടുത്തിട്ട് ഈ ലോകം നന്നാക്കാനും ഉദ്ധരിക്കാനും ഒന്നും പോണില്ല. നിങ്ങളുടെ കയ്യിൽ അധികം ഉണ്ടോ കൊടുക്കൂ. കടലിലെ തോണിയിൽ പോണു. നമ്മളിപ്പോ കാശിയിലൊക്കെ പോയാൽ ബോട്ടിൽ കയറുമ്പോ വാസ്തവത്തിൽ പേടി തോന്നും. എന്താന്ന് വെച്ചാൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഉള്ളിലേക്ക്. തോണിയിലൊക്കെ അവർക്കൊന്നും പേടിയില്ല. ഈ തോണി തുഴയുന്ന ആള് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് തുഴഞ്ഞുകൊണ്ടിരിക്കും. തോണിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിക്കൊണ്ടേയിരിക്കും. അയാൾ ശ്രദ്ധിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് തോണിയിൽ വെള്ളം വരണമെന്ന് അയാൾ സാരമില്ല എന്ന് പറയാം. കുറെ വെള്ളം വരും. എന്താന്ന് വെച്ചാൽ അവരുടെ ടെക്നിക്ക് എന്താ, കുറെ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കോരി വീണ്ടും ഗംഗയിലേക്ക് തന്നെ ഒഴിക്കും. അങ്ങനെ കോരി ഗംഗയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ ജലസമാധിയാവും നമ്മൾ. അപ്പോ ഗംഗയിൽ നിന്ന് വെള്ളം തോണിയിൽ കയറണ വെള്ളം കോരി ഒഴിക്കണ പോലെ എക്സ്ട്രാ എന്തൊക്കെ നമ്മളുടെ ഉള്ളിൽ വരണോ അത് കോരി ഒഴിക്കാൻ പഠിക്കുകയാണ്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരോ അല്ല. കൊടുക്കണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് മഹാഭാരതത്തിൽ ഭീഷ്മർ പറയണ ഒരു ഉപദേശമാണ്. ധർമാർത്ഥം യസ്യ വിത്തേഹ വരം തസ്യ നിരീഹത. ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ പണം ഉണ്ടാക്കണു എന്നൊരുത്തൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാള് പണം ഉണ്ടാക്കി ധർമ്മം ചെയ്യണതിനേക്കാളും ആ ആഗ്രഹത്തിനെ ഉപേക്ഷിക്കുന്നത് വലിയ ധർമ്മമാണെന്ന്. പ്രക്ഷാളനാദ് ഹി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം. മേലെ ചളിയായി എന്ന് വെച്ചാൽ ആ ചളി തുടച്ചു കളയേണ്ടതാണ്. പക്ഷെ ചളിയെ ആയിട്ടില്ലെങ്കിൽ ചളിയെ ആക്കിയിട്ട് തുടച്ചു കളയേണ്ട ആവശ്യമില്ല. നിനക്ക് ആവശ്യത്തിലധികം സാധനങ്ങളെ, വസ്തുക്കളെ, ധനത്തിനെ കൂട്ടണത് തന്നെ ഒരു മഹാപാപാണ്. ആ പാപത്തിനുള്ള പ്രായശ്ചിത്താണ് കൊടുത്തു തീർക്കുക എന്നുള്ളത്. കൂട്ടിവെക്കാതെ കൊടുത്തു തീർക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കുക. അത് ഒരു ചാൻസ് കിട്ടുമ്പോൾ കൊടുത്തു തീർക്കാം. അപ്പൊ കർമ്മഫലമും ഇതുപോലെ നമ്മൾ ആശ്രയിക്കാതെ, കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ നമ്മൾ പ്രവർത്തിക്കണു. അതിലെന്തൊക്കെയോ ഫലം അധികമായിട്ട് വരണമെങ്കിൽ ഒന്നിലത് അവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ ഒന്നുമല്ല. എന്തൊക്കെയോ പല സാധനങ്ങളും വരണു, നമ്മൾ എന്ത് ചെയ്യാൻ പോണോ അതവിടെ കിടക്കട്ടെ. എതിർച്ചയാ ആരെങ്കിലും നമ്മളുടെ മുമ്പിൽ വന്ന് ചോദിച്ചു, നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അതും വേണ്ട. ഉണ്ടെങ്കിൽ ധാരാളം വാരിക്കോരി കൊടുക്കുക. നമുക്ക് അവസാനം നമുക്ക് ഉണ്ണാനുള്ളത് മാത്രം ഉണ്ടായാൽ മതി. ഒരുപക്ഷെ ഭാഗവതത്തിലെ രന്തിദേവൻ തന്റെ കയ്യിൽ കിട്ടിയ ഉണ്ണാനുള്ളത് തനിക്ക് അവസാനമുള്ളതാണ്. അതിനെ പോലും മുമ്പിൽ വന്ന് ചോദിച്ചപ്പോ കൊടുത്തു. ഭക്ഷണത്തിന് കൊടുത്തു. കുടിക്കാൻ വെള്ളം ഇത്തിരി എടുത്ത് കുടിക്കാന്ന് വിചാരിച്ചാൽ അതിനും കൊടുത്തു. അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോ വ്യാസൻ പറയണത്, മായ ഒരു സ്ക്രീന് വലിച്ചാൽ എങ്ങനെ മാറിപ്പോവോ അതുപോലെ രന്തിദേവന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി എന്നാണ്. ആ ക്ഷണത്തിൽ അയാള് രന്തിദേവൻ ഞാൻ ബ്രഹ്മമാണ്, പൂർണ്ണമാണ്, അഖണ്ഡമാണെന്ന് അനുഭവിച്ചു എന്ന്. ആ ത്യാഗത്തിന്റെ ഫലം. ത്യാഗേനൈകേ അമൃതത്വമാനശോ. ത്യാഗം കൊണ്ട് അമൃതത്വം. അപ്പോ അത് തന്നെ സന്യാസം. ഈ സന്യാസം പ്രാവർത്തികമാക്കാൻ എന്താ തടസ്സം? നമ്മളുടെ അഹങ്കാരം തന്നെ തടസ്സം. അഹങ്കാരം എന്ന് പറഞ്ഞാലോ ഒരു ഹാബിറ്റ്, എത്രയോ ജന്മമായിട്ട് ആർക്കും കൊടുക്കണ്ട, നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്ന് കുറേ ചിത്തവൃത്തികളുണ്ട് ഉള്ളിലെ. അതൊക്കെ അങ്ങോട്ട് ശേഖരിച്ച് വെക്കണം, കൂട്ടിക്കൂട്ടി വെക്കണം. ഇതിനൊക്കെ വിപരീത ചിത്തവൃത്തികൾ ഇപ്പൊ സത്സംഗത്തിൽ കൊണ്ടുവരികയും പതുക്കെ മനനം ചെയ്യുകയും അഹങ്കാരത്തിന് വിരോധിനിയായ വിദ്യയെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ പതുക്കെ 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 നമ്മള് അഖണ്ഡമായി തുടങ്ങും.
നമ്മൾ സർവദേശീയമായി തുടങ്ങും. നമ്മൾ പതുക്കെ പതുക്കെ ഇവിടെ മാത്രം നമ്മൾക്ക് കിട്ടിയിട്ട് സന്തോഷിക്കണമെന്നില്ല, മറ്റുള്ളവർക്ക് കിട്ടി നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും. അപ്പോ സന്യാസം എന്ന് പറയണത് നമ്മൾ ആവിർഭവിക്കും. പക്ഷേ ഇതൊരിക്കലും വേറെ ഒരാളുടെ പ്രാരബ്ധ കർമ്മത്തിൽ കടന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ബേസിക് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യാൻ വന്നിരിക്കണമോ, നിങ്ങളുടെ കർമ്മ സ്വഭാവം എന്താണോ, ആ ഫീൽഡിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരിടത്ത് പോയി ഇരുന്ന് കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവനവന്റെ കർമ്മമണ്ഡലത്തിനെ അറിഞ്ഞുകൊണ്ട്, സ്വഭാവത്തിനെ അറിഞ്ഞുകൊണ്ട്, ഇതൊരു തപസ്സാണ്. ഇത് വേറെ ആർക്കും ഇത്രയും മാത്രമേ നമുക്കിപ്പോ പറഞ്ഞു തരാൻ പോലും പറ്റുള്ളൂ. ഇതിന്റെ ഫർദർ പോയിന്റ്സ് നമ്മൾ ജീവിച്ച് കണ്ടുപിടിക്കണം. കൊടുങ്കാട്ടിൽ പെട്ടുകഴിഞ്ഞാൽ വഴിയൊന്നുമില്ല, നടന്നു വഴി ഉണ്ടാക്കുകയാണ് നമ്മൾ, അല്ലേ? അതുപോലെയാണ് ഈ കർമ്മത്തിന്റെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാനും നമ്മൾ തന്നെ നടന്നു വഴി കണ്ടുപിടിച്ച് ഉണ്ടാക്കി സ്വതന്ത്രരാവണം. അതാണ് സന്യാസമെന്നും യോഗമെന്നും പറയണത്. അങ്ങനെ കർമ്മത്തെന്ന് വിട്ടുവിട്ടു പോകും തോറും നമ്മള് യോഗികളായിട്ട് തീരും. യോഗികൾ എന്ന് വെച്ചാൽ ശാന്തരായിട്ട് തീരും. ശാന്തരായിട്ട് തീരും. അതായത് നമ്മളിൽ കർമ്മത്തിന്റെ വാസന ഉണ്ടാവില്ല. ധ്യാനം എന്നുള്ളത് നമുക്ക് സഹജമായിട്ട് തീരും. നമ്മള് ശരീരമല്ലെന്നും മനസ്സല്ലെന്നും ബുദ്ധിയല്ലെന്നും അഖണ്ഡമായ പൂർണ്ണ വസ്തുവാണെന്നും ആകാശം പോലെ സർവവ്യാപിയായ വസ്തുവാണെന്നും ഉള്ളുപുറമൊന്നും ഇല്ലെന്നും ശീതളമായ ഒരു ഉണർവ്, ഒരു ബോധം, സ്ഫൂർത്തി നമ്മളിൽ സഹജമായി വന്ന് പിടികൂടും. നിജാനുഭൂതി പതുക്കെ 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 തെളിഞ്ഞു വരും. നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ അത് പ്രകാശിക്കും. കർമ്മത്തിനപ്പുറമുള്ള സ്ഥിതിയാണത്, നൈഷ്കർമ്മ്യ സ്ഥിതിയാണ്. അതിലേക്ക് പോകും തോറും നമ്മൾക്ക് കർമ്മമൊക്കെ വിട്ടുപോകും. ഒരു കുറവുമില്ല, നമ്മൾ പൂർണ്ണരാണെന്ന് തോന്നും. നമ്മൾ ഈ ശരീരമോ മനസ്സോ ഒന്നുമല്ല, കേവല ചിത്സ്വരൂപമായ വസ്തുവാണ്, അഖണ്ഡമായ വസ്തുവാണ്, അവിഛിന്നമായ വസ്തുവാണ്, പൂർണ്ണമായ വസ്തുവാണ്. ശാന്തിയെ നമ്മളുടെ സ്വരൂപമാണ്. പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ പൂർണ്ണരാണ്, സ്വയം പ്രകാശരാണ് എന്നുള്ള അനുഭവം ഏർപ്പെട്ടു തുടങ്ങും. അപ്പോ പതുക്കെ പതുക്കെ നമ്മൾ യോഗാരൂഢരാവണു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. യോഗത്തിന്റെ പടി, അതായത് നമ്മളുടെ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന ആ അനിർവചനീയ ശക്തി പതുക്കെ പതുക്കെ മനസ്സ് എന്നുള്ളത് അല്ലാതായിട്ട് മാറുകയാണ്. അത് കേവല ചിത് ശക്തിയായിട്ട് മാറുകയാണ്. ചിത് ശക്തി കറപ്റ്റഡ് ആവുമ്പോഴാണ് മനസ്സാവണത്. മനസ്സ് റീഫൈൻഡ് ആവുമ്പോ അത് ചിത് ശക്തിയായിട്ട് മാറും. ഇറ്റ് ബിക്കംസ് ദ പവർ ഓഫ് കോൺഷ്യസ്നസ്, എനർജി ഓഫ് കോൺഷ്യസ്നസ്. അത് പതുക്കെ ബാഹ്യവസ്തുക്കളിൽ രമിപ്പിക്കും. മനസ്സുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം എന്താ? അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അവിടെ നോക്കും, ഇവിടെ നോക്കും, എന്തിലേക്കോ എക്സൈറ്റഡ് ആവും, ഡിപ്രസ്ഡ് ആവും. ഇതൊക്കെയാണ് മനസ്സിന്റെ ലക്ഷണം. കഴിഞ്ഞുപോയതിനെ കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കുകയോ വിഷമിക്കുകയോ ചെയ്യും. വരാൻ പോണതിനെ കുറിച്ച് ഭാവന ചെയ്തുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കും. മുമ്പിൽ കാണുന്ന വസ്തുക്കളെയൊക്കെ കണ്ട് രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് മനസ്സ്. ആ മനസ്സ് തന്നെ പതുക്കെ ഇയാളെ വിട്ടുപോകും തോറും ശാന്തി, ശീതളത, ആനന്ദം, ഒരു പൂർണ്ണതയുടെ അനുഭവം. കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് മഹാകാശമാണ്, ഘടാകാശമല്ല. കുടം എന്നൊരു ലിമിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിലും അത് മഹാകാശം തന്നെയാണ്. അതുപോലെ ഇതിനകത്തുള്ള ഞാനുണ്ട് എന്നുള്ള അനുഭവം അഖണ്ഡമായി, അവിഛിന്നമായി, സ്വയം പ്രകാശമായി, പൂർണ്ണമായി തെളിഞ്ഞു തുടങ്ങും. അപ്പോഴാണ് മനസ്സിലാവണത് നമുക്ക് ഉപേക്ഷിക്കുന്നത് കൊണ്ടുള്ള സാധന നമ്മളെ പൂർണ്ണമാക്കണം. വ്യതിരേകമായ സാധന കൊണ്ട് നമ്മൾ പൂർണ്ണമാവാണ്. ജ്ഞാന തപസ്സാണത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല പൂർണ്ണമാവണത്. പലതിനെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും പലത് കർത്തൃത്വം ഇല്ലാതാവണത് കൊണ്ടും നമ്മൾ പൂർണ്ണരാവും. അതാണ് യോഗം തം വിദ്യ പാണ്ഡവ നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന. സങ്കല്പം സന്യസിക്കൽ എന്താ? ഉപേക്ഷിക്കൽ. എന്തിനാ ഉപേക്ഷിക്കണു? സങ്കല്പം. എന്തെങ്കിലും വേണമെന്നുള്ള കാമന സങ്കല്പമായിട്ട് മാറും. ഡിറ്റർമിനേഷനാണ്. എന്തോ വേണമെന്ന് ആഗ്രഹിക്കണു, ക്രമേണ അത് വേണമെന്ന് ഡിറ്റർമിനേഷൻ, തൃഷ്ണ. അത് ഉപേക്ഷിക്കാത്തവൻ ഒരിക്കലും സന്യാസിയാവില്ല.
നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചൻ. യോഗിയുടെ ലക്ഷണം എന്താ? അയാളിൽ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ പോലെ ആ ഉള്ളൽ മൂവ്മെന്റ് ഓഫ് ബിക്കമിങ് അയാളുടെ ഉള്ളിലില്ല. എന്തോ ആയിത്തീരണം എന്നുള്ള വ്യഗ്രതയില്ല. ആയിത്തീരാനുള്ള വ്യഗ്രതയാണ് സങ്കല്പം, ആയിത്തീരാനുള്ള ആഗ്രഹമേ ഇല്ല. കാരണം എന്താ? ഇപ്പൊ ഞാൻ എന്താണോ അങ്ങനെ തന്നെ പൂർണ്ണമാണെന്നാണ് അനുഭവം. പിന്നെ എന്തായിത്തീരാനാ? ഇപ്പൊ എവിടെ ഇരിക്കണോ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെ പൂർണ്ണമാണ്. പൂർണ്ണതയേ ഉള്ളൂ. പൂർണ്ണമിതം പൂർണ്ണമദഃ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. അല്ലേ? ഈ നമ്പർ എടുത്താലേ ഈ 0 അത് പൂർണ്ണമാണ്. 0 അല്ലേ? അതുകൊണ്ടാണ് അതിന് 0 എന്ന് പേര്. പൂജിക്കപ്പെടേണ്ടത് 0. അത് ഇനി ഒരിടത്തേക്കും വലിക്കാൻ പറ്റില്ല. അത് എഴുതുമ്പോ വട്ടമിട്ട് കഴിഞ്ഞാൽ ഒക്കെ ജോയിന്റ് ആയി പൂർണ്ണമായി. പിന്നെ 1, 2 ഒക്കെ എഴുതുമ്പോ അതിനൊക്കെ വാലും തലയും ഒക്കെ ഉണ്ട്, എങ്ങടക്കെങ്കിലുമൊക്കെ വലിച്ചോണ്ട് പോവാം. അല്ലേ? ഈ 0 പോലെയാണ് നമ്മളുടെ സ്വരൂപം. പൂർണ്ണമിതം പൂർണ്ണമ അധഃ പൂർണ്ണമിതം. അധഃ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം, നമ്മളുടെ സ്വരൂപം പൂർണ്ണമാണ്. സ്വരൂപത്തിനെ അറിഞ്ഞവൻ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരുമ്പോ 0 പൂർണ്ണമാണെന്ന് പറഞ്ഞു. ഇനിയൊരു നമ്പർ കൂടെ ഉണ്ട്, ഈ 8. ആ 8ഉം പൂർണ്ണമാണ്. 8 പൂർണ്ണമാണ്, പക്ഷെ വളഞ്ഞിട്ട് പൂർണ്ണമാണ്. 8 എപ്പോഴും മായയുടെ നമ്പറാണ്. അഷ്ടധ പ്രകൃതി അഷ്ടധ ആണ്. അതും പൂർണ്ണമാണ്. 0ഉം പൂർണ്ണമാണ്, 8ഉം പൂർണ്ണമാണ്, പക്ഷെ വളഞ്ഞുകൊളഞ്ഞ് പൂർണ്ണമാണത്. അത് ഇങ്ങനെ വളഞ്ഞു വന്ന് ഒന്നാവാണ്. വാസ്തവത്തിൽ 0ത്തിനെ 1 വളച്ചാൽ 8 ആവും. സ്ട്രാങ്കുലേറ്റഡ് 0 ബിക്കംസ് 8. അല്ലെ? 0ത്തിന് ഇത്തിരി വളച്ചു കഴിഞ്ഞാൽ അത് 8 ആവും. ഈ കുക്കറിന്റെ ഗ്യാസ്കറ്റ് എടുത്തിട്ട് 1 വളച്ചാൽ മതി, അത് 8 ആവും. പൂജ്യം പൂർണ്ണമാണ്, 8ഉം പൂർണ്ണമാണ്. 8 ഈ ഒരു ചൊല്ലുണ്ട്, 8ഉം പൊട്ടും തിരിയാത്തവെന്ന് പറയും. 8ഉം പൊട്ടും തിരിഞ്ഞാൽ അയാൾ പൂർണ്ണമായി. പൊട്ടെന്ന് വെച്ചാൽ 0ആണ്. ബിന്ദു അത് പൂർണ്ണമാണ്. എപ്പോഴും 0 ആണ് പൊട്ട്. പിന്നെ അടുത്ത എക്സ്ട്രീമാണ് 8. സത്യത്തിനെ അറിഞ്ഞാൽ സത്യം പൂർണ്ണമാണ്. അത് കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിനെ കാണുമ്പോ ശരീരവും മനസ്സും ഇവിടെയുള്ള പ്രവൃത്തികളും ഒക്കെ കാണുമ്പോ അതും പൂർണ്ണമാണെന്ന്. പൂർണ്ണമിതം. ആർക്ക്? 0ത്തിനെ അറിഞ്ഞവന് മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ, അല്ലാത്തവനില്ല. അത് അറിഞ്ഞ ശേഷം ഇവിടേക്ക് വരുമ്പോ ഇവിടെ എല്ലാ കോലാഹലങ്ങൾക്ക് നടുവിലും ഇവിടുത്തെ എല്ലാ കുഴപ്പങ്ങൾക്ക് നടുവിലും അയാള് പൂർണ്ണതയെ കാണുകയാണ്. വളഞ്ഞുകൊളഞ്ഞിട്ടാണെങ്കിലും അതും ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഇനി അങ്ങടേക്ക് പോവാനില്ല എന്ന് കാണുക. പൂർണ്ണതയെ അയാൾ കാണുകയാണ്. അയാൾക്ക് 8ഉം പൊട്ടും തിരിഞ്ഞ ആളാണ് അയാൾ പൂർണ്ണനാണ്. ആ പൂർണ്ണത അറിഞ്ഞവന് സർവസങ്കല്പ സന്യാസി. അവന് സങ്കല്പമേ ഇല്ല. ഇനി ഒന്നും ആയിത്തീരാനുള്ള വ്യഗ്രത അവന്റെ ഉള്ളിലില്ല. ജ്വരം അയാളെ വിട്ടുപോയി. ഉപനിഷത്തിന്റെ ഭാഷയിൽ ജ്വരം എന്നാണ് പറഞ്ഞത്. ജ്വരം എന്ന് വെച്ചാൽ നമ്മൾ സൂക്കേടിനെയാണല്ലോ ജ്വരം എന്ന് പറയാ. ഏറ്റവും വലിയ ജ്വരമായിട്ട് പറയണത് ആയിത്തീരണം. അതുള്ളവരെ തൃഷ്ണ. ബുദ്ധൻ പറയണ തൃഷ്ണ. ആ തൃഷ്ണ ശമിക്കുകയില്ല. ശരീരമൊക്കെ വയ്യാതായിട്ടുണ്ടാവും. നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, കൈയനക്കാൻ വയ്യ, കിടപ്പാണ്. മുത്തശ്ശനെ പോയി ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇനി ഫുട്ബോൾ കളിച്ചാൽ വേണ്ടില്ല എന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇനിയെന്തോ ആയിത്തീരാൻ ആഗ്രഹമുണ്ടെന്ന്. ചിലരൊക്കെ പുനർജന്മത്തിനെയാണ് ഒരു ആശ്വാസമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത ജന്മത്തിലെങ്കിലും എന്തോ ആവണം, ആയിത്തീരണം. സത്യത്തിനെ അറിഞ്ഞവൻ അവന്റെ ശരീരം എങ്ങനെ വേണമെങ്കിൽ ഇരിക്കട്ടെ, ഏത് സ്ഥിതിയിൽ വേണമെങ്കിൽ ഇരിക്കട്ടെ, അയാൾക്ക് ശരീരം എന്ത് രീതിയിലാണെങ്കിലും അയാള് ശരീര സംബന്ധമില്ലാതെ തന്നെ പൂർണ്ണനായിട്ട് തീരും. അവൻ സങ്കല്പ സന്യാസിയാണ്. സങ്കല്പത്തിനെ സന്യസിച്ചവനാണ് സന്യാസി. എന്നുവെച്ചാൽ ഇനി ഒന്നും ആയിത്തീരാനില്ല, ഒന്നും നേടിയെടുക്കാനില്ല,
ഒന്നും പുറമേ നിന്ന് നേടിയെടുത്തിട്ട് പൂർണ്ണമാവാനില്ല. സ്വയമേവ ഞാൻ പൂർണ്ണനാണ്. പുറമേ നിന്ന് എന്തൊക്കെ വരട്ടെ, എന്തൊക്കെ പോകട്ടെ. ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, സമുദ്രത്തിൽ എത്ര നദി വന്നു വീണാലും, നദികളൊക്കെ വറ്റിപ്പോയാലും സമുദ്രം പൂർണ്ണമാണ്. ആപൂര്യമാണ് അചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. അയാള് സങ്കല്പം കൊണ്ടും സങ്കല്പത്തിന്റെ ഫലമായി കർമ്മം ചെയ്യണത് കൊണ്ടും കർമ്മത്തിന്റെ ഫലമായി എന്തെങ്കിലുമൊക്കെ കിട്ടണത് കൊണ്ടും അയാൾക്കൊന്നും ആവാനില്ല. എന്ന് വിഭാവനം ചെയ്തു കൊടുക്കണം. നമ്മളുടെ കഥയാണത്. നമ്മളെപ്പോ നമ്മളെ അറിയണുവോ അപ്പൊ നമ്മൾ ഇങ്ങനെയായിട്ട് തീരും. പുറമേക്ക് എന്ത് വേണമെങ്കിൽ ആവട്ടെ. പ്രപഞ്ചം എത്രയോ സൃഷ്ടിക്കപ്പെടട്ടെ, നശിപ്പിക്കപ്പെടട്ടെ, എനിക്കൊന്നും ആവാനില്ല എന്നാണ്. ശിവൻ അങ്ങനെ സംഹാരത്തിനെ നോക്കിക്കൊണ്ടിരിക്കണത്രേ. ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിലെ ഒരു ശ്ലോകമാണ്, കിം ബ്രൂമഹ തവ സാഹസം പശുപത്തെ കസ്യാസ്തി ശംഭോ ഭവദ്ധൈര്യം ച ഈദൃശമാത്മനസ്ഥിതിരീയം അന്യൈഃ കഥം ലഭ്യത്തെ ബ്രശ്യത് ദേവഗണം ത്രസൻ മുനിഗണം നശ്യത് പ്രപഞ്ചം ലയം പശ്യൻ നിർഭയ ഏക ഏവ വിഹരതി ആനന്ദ സാന്ദ്രോ ഭവാൻ. ഇവിടെ സംഹാരതാണ്ഡവം നടക്കുമ്പോ പോലും, ഒക്കെ നശിപ്പിക്കപ്പെടുമ്പോഴും എല്ലാം ഇല്ലാതാവുമ്പോഴും ആനന്ദ സാന്ദ്രനായിട്ട് നിർഭയ ഏക ഏവ വിഹരതി, ഒരു ഭയമില്ലാതെ. കാരണം ഒന്നുമില്ല, ഇതൊക്കെ ഉണ്ടായാലും സൃഷ്ടിച്ചാലും നശിച്ചാലും ഒന്നും സംഭവിക്കണമെന്നില്ലെന്ന് അറിയുന്നവന് ആത്മനസ്ഥിതിരീയം എന്നാണ്. ഇങ്ങനെ ഒരു ആത്മസ്ഥിതി എവിടെ കാണാനൊക്കും എന്നാണ്. അന്യൈഃ കഥം ലഭ്യതേ, ദേവന്മാരൊക്കെ, ഈ തത്വം അറിയാത്ത ദേവന്മാരൊക്കെ കിടുകിടാവറക്കുകയാണത്രേ. പശ്യൻ ദേവഗണം ത്രസൻ മുനിഗണം, മുനിമാർ പോലും പലരും തത്വനിശ്ചയമില്ലാത്തവരെ പേടിച്ചു വരയ്ക്കുമ്പോ പശ്യൻ നിർഭയ ഏക ഏവ വിഹരത്തി. ഇതൊന്തു വേണമെങ്കിലും വരട്ടെ, എന്താ, ഒന്നും സങ്കല്പമില്ല, ഭയമില്ല, തന്റെ പൂർണ്ണതയ്ക്ക് പുറമേ നിന്നൊന്നും ആവശ്യമില്ല. ആനന്ദ സാന്ദ്രോ ഭവാൻ, ആനന്ദമേ സ്വരൂപമായിട്ട് നിൽക്കുക. അങ്ങനെയാണ് തത്വമറിഞ്ഞ യോഗി. അയാൾ തന്നെയാണ് സന്യാസി എന്ന് പറയണത്. സന്യസ്ത സങ്കല്പനാണ് യോഗി, സന്യസ്ത സങ്കല്പനാണ് സന്യാസി. ഈ സ്റ്റേജ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, നമുക്കൊക്കെ ഇത് പറ്റുമോ? ആ സ്ഥിതി വരണമല്ലോ, നേടിയെടുക്കണമല്ലോ. എങ്ങനെ നേടിയെടുക്കും? അതിനെന്താണ് സ്റ്റെപ്പ്, സോപാനം എന്താണ്? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമ്മൾ ധ്യാനത്തിന് അധികാരിയാണോ കർമ്മയോഗത്തിന് അധികാരിയാണോ? ഒരു ചോദ്യം വരും. ആരാണ് ധ്യാനത്തിന് അധികാരി? ആരാണ് കർമ്മയോഗത്തിന് അധികാരി? ആരാണ് കർമ്മയോഗത്തിന് അധികാരി? അടുത്ത ശ്ലോകം നോക്കൂ. ആരു ഋക്ഷോർമുനേർ യോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. ആരുരുക്ഷോ മുനേഹേ. ആരുരുക്ഷു എന്ന് വെച്ചാൽ ആരോടും ഇച്ഛു. ആരോഹണം ചെയ്യാന്ന് വെച്ചാൽ കയറിപ്പോവാം. കയറിപ്പോവാൻ ആഗ്രഹമുള്ളവന് യോഗസ്ഥിതിയിലേക്ക് പോകണമെങ്കിൽ കർമ്മകാരണമുച്യത്തെ. നമ്മളിൽ രണ്ട് പ്ലെയിൻ ഉണ്ട്. ഒന്ന് എവല്യൂഷൻ, പ്ലെയിൻ ഓഫ് എവല്യൂഷൻ. ഒന്ന് പ്ലെയിൻ ഓഫ് ബീയിങ്നെസ്. എവല്യൂഷൻ ശരീരത്തിന്റെ മണ്ഡലത്തിലാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ ആ മണ്ഡലത്തിലാണ് ഗ്രഡേഷൻസ് ഒക്കെ ഉള്ളത്, പടിയൊക്കെ. നമ്മൾ ശരീരമാണ് ഞാനെന്ന് ധരിച്ചിരിക്കുമ്പോ ഭഗവാൻ പറയണു കർമ്മകാരണമുച്ഛതേ. നിങ്ങള് ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾക്കിപ്പോ ആത്മവിദ്യ ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ, എത്ര കേട്ടാലും തെളിയണില്ലെങ്കിൽ, ശരീരത്തിൽ മാത്രമാണ് ദൃഷ്ടിയെങ്കിൽ നിങ്ങൾ കർമ്മത്തിനെ ഫല ഇച്ഛിക്കാതെ ചെയ്തു പഠിക്കൂ. ബേസിക് സാധന. അവിടെയാണ് പറയുന്നത് യു സ്റ്റാർട്ട് സെർവിങ്.
നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമോ അതൊക്കെ ആർക്കാർക്ക് ഇഷ്ടപ്പെടുവോ, ആർക്കൊക്കെ ഹിതമാണോ അത് ചെയ്തു കൊടുക്കൂ. സ്വാർത്ഥത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവരും. കർമ്മത്തിനെ യോഗമാക്കി മാറ്റും. കർമ്മം എപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം. ആ സ്വഭാവം നമ്മളിൽ വളരെ രൂഢമാണ്. അത് മൃഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മളിലേക്ക്. അത് മനുഷ്യന്റെ സ്വഭാവമല്ല, മൃഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരു പട്ടിക്ക് ചോറിട്ട് കൊടുത്താൽ അടുത്ത് വരുന്ന നായ വരുമ്പോൾ ഓടിച്ചു വിടും. അത് അതേ സ്വഭാവമാണ് നമ്മൾക്കും. ഗ്രാബിങ്, എന്തോന്ന് എനിക്ക് വേണം, വേറെ ആളെ തള്ളി മാറ്റണം. ലോകം മുഴുവൻ അതാണ് കൂടുതൽ നിൽക്കുന്നത്. അതിനെ പതുക്കെ കുറച്ചു കൊണ്ടുവരൂ. നിങ്ങൾ പതുക്കെ പതുക്കെ അങ്ങനെ ആവുമ്പോ എന്താവും? ആദ്യം പറഞ്ഞ പോലെ യോഗാരൂഢൻ ആയിട്ട് തീരും. യോഗാരൂഢനാവുമ്പോ ശമഃ കാരണം ഉച്ചത്തെ, അവനിൽ പതുക്കെ പതുക്കെ ആത്മാവിന്റെ സ്വാഭാവികമായ ശാന്തി കളിയാടിത്തുടങ്ങും. പതുക്കെ പതുക്കെ ആത്മാനുഭൂതിയുടെ നിശ്ചലത ഇയാളിൽ ആവിർഭവിച്ചു തുടങ്ങും. അയാൾ ഇനി കർമ്മം ചെയ്യണമെന്ന് ആവശ്യമില്ല. അയാൾ ധ്യാനത്തിന് അധികാരിയാണ്. അയാൾക്ക് ധ്യാനം എന്താണെന്ന് അയാൾ ചോദിക്കില്ല. ധ്യാനം സഹജമായിട്ട് വരും. താനായി അടങ്ങിയിരുന്നോളും. ധ്യാനം എന്നുള്ളത് എന്തിനെങ്കിലുമൊക്കെ ധ്യാനിക്കലല്ല, ധ്യാനം അയാളിൽ ആവിർഭവിച്ചു തുടങ്ങും. യോഗാരൂഢനാവുമ്പോ ശാന്തി, നിശ്ചലത സാധകന്മാരൊക്കെ അനുഭവിക്കും. എപ്പോഴോ ഒരു ഘട്ടത്തിൽ അവരറിയാതെ അവർ ധ്യാനിക്കും. കർമ്മപരിഭാഗം കൊണ്ടാണത്. കർമ്മം പരിഭാഗമാവുമ്പോ ധ്യാനം എന്നുള്ളത് സഹജസിദ്ധമായിട്ട് തീരും. യോഗാരൂഢസ്യ തസ്യൈവ, യോഗാരൂഢനായാൽ പിന്നെ അയാൾ കർമ്മം ചെയ്യണമെന്നില്ല. അയാൾക്ക് ശമം, അയാള് സന്യാസത്തിന് അധികാരിയാവുകയാണ്. പതുക്കെ കർമ്മത്തിനപ്പുറം പോവാണ് അയാള്. അയാൾക്ക് ശമഃ കാരണമുച്ചത്തെ, അയാൾ സ്വരൂപത്തിലിരിക്കാൻ യോഗ്യനാണ്, ധ്യാനനിഷ്ഠനാവാൻ യോഗ്യനാണ്. പക്ഷെ ആരാണ് യോഗാരൂഢൻ? എപ്പോ യോഗാരൂഢനായി? ഇപ്പൊ എനിക്ക് ധ്യാനത്തിലാണ് ഇഷ്ടം, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒന്നും ചെയ്യാൻ പോണില്ല, മെഡിറ്റേഷനിൽ ഇരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ശരി. ഭഗവാൻ പറയാണ്, എപ്പോ ഒരാൾ യോഗാരൂഢനായി എന്ന് കണക്കാക്കാം? യഥാഹി, ശ്ലോകം ചൊല്ലിയോ നമ്മള്? അടുത്ത ശ്ലോകം. യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു, ഇയാള് കർമ്മങ്ങളെയൊക്കെ വിട്ടു. പക്ഷെ പലപ്പോഴും എന്താവും? വിഷയഭോഗത്തിലുള്ള താല്പര്യമൊന്നും പോയിട്ടുണ്ടാവില്ല. നമ്മൾക്ക് കർമ്മങ്ങളൊക്കെ വിട്ട് ഇനി ഒന്നുമില്ല, ഇനി മെഡിറ്റേഷൻ മാത്രമാണ് എന്ന് ഇരിക്കാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കാം, ഒന്നും ഒരു ടിവിയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാൻ തോന്നും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതൊക്കെ കുഴപ്പമില്ല, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, അതിലെന്തെങ്കിലുമൊക്കെ കാണാലോ. പതുക്കെ 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 ഇന്ദ്രിയാർത്ഥേഷു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓ, മുമ്പ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ പിന്നെയും ശുദ്ധമായിരുന്നു, ഇതിലൊന്നും പെട്ടുപോകില്ലായിരുന്നു. ഇപ്പൊ ഇതൊക്കെ വിട്ടപ്പോ എന്താ? ഇതിൽ പോയി പെട്ടു. ഇതിനേക്കാളും നല്ലത് വല്ല പണിയെടുത്തോണ്ടിരുന്നാൽ ഇതിലൊന്നും പെട്ടുപോകില്ലായിരുന്നു എന്ന് തോന്നും. എപ്പോഴാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ തികച്ചും ഒരാൾ വിരക്തനായിരിക്കുന്നത്, അയാൾ ഇനി പെട്ടുപോകില്ലെന്ന വിധത്തിൽ ഏകാന്തത്തിൽ ഇരിക്കാൻ തയ്യാറാണ്. അയാളുടെ ഉള്ളിൽ വാസനകളൊന്നുമില്ല, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഒന്നും അയാളെ ഡിസ്റ്റർബ് ചെയ്യില്ല, അയാളെ വിക്ഷുബ്ധനാക്കില്ല. യഥാഹിന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജത. അതേപോലെ കർമ്മവാസന, കർമ്മവും ഒരു ഡിസ്റ്റർബൻസ് ആണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരു ആള് ചോദിച്ചു, ഭഗവാനെ, വേദാന്തികൾ ചുമ്മാ ഇരുന്ന് പറയണ്ടല്ലോ, ഞാൻ ചുമ്മാ ഇരിക്കട്ടെ, എല്ലാം വിട്ടിട്ട്, എല്ലാ കർമ്മങ്ങളും വിട്ട് ചുമ്മാ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, ഇരുന്ന് പാര് എന്ന് പറഞ്ഞു. ഇരുന്ന് നോക്കൂ എന്നാണ്. പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറപ്പെടും. പലപ്പോഴും നമ്മളുടെ സ്വധർമ്മം വിട്ടിട്ട് നമ്മളെ സന്യാസമാണ് ഇനി ഒക്കെ വിട്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ, കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കാൻ പറ്റാതെ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വയ്ക്കും. ഇരിക്കാൻ വയ്യ, എന്തിനാ ഇവരിതൊക്കെ ചെയ്യണതെന്ന് ചോദിക്കും. നമുക്കറിയില്ല, ഇരിക്കാൻ പറ്റില്ല.
സന്യാസമാണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയ ആളുകള്, ചില ആളുകളൊക്കെ അവസാനം വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. വിചിത്രമാണ്. അവരെന്തോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മാസാമാസം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് അതൊക്കെ വിട്ടിട്ട് പോയി. എല്ലാം വിട്ടുപോയി കഴിഞ്ഞിട്ട് അവര് അവസാനം ഹോട്ടല്, അതുപോലത്തെ പല കാര്യങ്ങളും ഒക്കെ ചെയ്ത്. കാരണം എന്താ, അത് പോണില്ലേ. അപ്പൊ കർമ്മസു അനുഷജ്യത, കർമ്മവാസന ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതാണ് ഭഗവാൻ പരധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞത്. നീ നിന്റെ സ്വധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, കർമ്മം നിന്നെ വിട്ടുപോകുന്നവരെ നീ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, നീ എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ നിർത്തിയാൽ, എന്തെങ്കിലും ഫാസിനേഷൻ കൊണ്ടോ എന്തിനോടെങ്കിലുമൊക്കെയുള്ള ആഗ്രഹം കൊണ്ടോ കർമ്മത്തിനെ നീയായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് തങ്ങി നിൽക്കും. തങ്ങി നിന്നിട്ട് എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ പെരുത്തു മുമ്പിൽ വന്ന് നിൽക്കും. അതൊന്നും പുറത്തു വരാനേ നമുക്ക് പറ്റില്ല. എത്ര വലിയ സയൻസാണത്. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ അവിടെ പോയാൽ നമ്മളുടേതല്ലാത്തതായ ഒരു കർമ്മ ഫീൽഡിൽ നമ്മൾ പെട്ട് അലങ്കോലമായിട്ട് നിൽക്കും. പുറത്തു വരാൻ കഴിയാതെ നിൽക്കും. ഇതിനേക്കാളും പഴയ കർമ്മത്തിൽ തന്നെ ഇരിക്കാമായിരുന്നു എന്ന് പിന്നെ തോന്നും. അപ്പൊ അങ്ങനെ ഒരു ഇടവരുത്താതെ എന്താണോ നിനക്ക് വീണ് കിട്ടിയിരിക്കുന്നത് ആ കർമ്മം ചെയ്യാം. നീ യോഗാരൂഢനായി എപ്പറിയാം കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. കർമ്മം വിട്ടുപോകും, ശരിക്കും വിട്ടുപോകും. ഒന്നും ചെയ്യാൻ പറ്റാതെ വിട്ടുപോകും. ജപിക്കാനിരുന്ന ജപം നടക്കില്ല, പൂജ ചെയ്യാനൊന്നും പൂജ നടക്കില്ല. രാമകൃഷ്ണ പരമഹംസർക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിതൃകർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ നടക്കില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതും ഒരു ഹയസ്റ്റ് എവല്യൂഷനിലെ നാച്ചുറൽ ഫിനോമിനാണത്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഗുരു നാനാക്കിനെ പലചരക്ക് കടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹം പണി ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തു. ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞ് ഗോതമ്പ് കൊടുക്കുകയാണ്. ആരോ ഒന്ന് ഗോതമ്പ് ചോദിച്ചു. ഗോതമ്പ് കൊടുക്കുമ്പോ 1 2 3 4 5 6 7 8 9 10 11 12 12 പേരെ ശരിക്കും എണ്ണി. തേരാന്ന് പറഞ്ഞപ്പോ 13 എന്നുള്ളത് മറന്നുപോയി. തേര എന്നുള്ളത് ഭഗവാന്റെ ആണെന്ന് ഗോതമ്പ് മുഴുവൻ തേരാവിലേ നിന്നു. തേരാ 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 എന്ന് പറഞ്ഞ് ഗോതമ്പ് മുഴുവൻ ഇട്ടുകൊടുത്തു. ചാക്കിലുള്ളത് മുഴുവൻ ഇട്ടുകൊടുത്ത് നർത്തനം ചെയ്യാനൊക്കെ തുടങ്ങി. ഇങ്ങനെയുള്ള ആളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഈ മഹാരാഷ്ട്ര സന്ധിക്കുള്ള തുക്കാറാം അദ്ദേഹം ജോലി ഉപേക്ഷിക്കണില്ല. അദ്ദേഹം ധർമ്മമാണ്, ചെയ്യണം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. എല്ലാവർക്കും ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അദ്ദേഹം തന്നെ. എല്ലാവരും സ്വധർമ്മം ചെയ്യൂ എന്നൊക്കെ പറയും. അദ്ദേഹത്തിനൊക്കെ വിട്ടുപോകണം, ചെയ്യാൻ പറ്റണില്ല. അപ്പോ there is a stage where action will leave you, karma will leave you. നമ്മൾ ചെയ്യാൻ സാധിക്കാതെ അപ്പോ വല്ല കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമുണ്ടാവില്ല. യോഗക്ഷേമം വഹാമ്യഹം. നമ്മൾ നല്ലവണ്ണം കാണും. നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഒരു ദൂഷ്യവും വരണില്ല എന്ന് മാത്രമല്ല, ആ സ്ഥിതിയിലുള്ള ആ നൈഷ്കർമ്മ്യ സ്ഥിതിയിൽ എല്ലാ മംഗളകാര്യങ്ങളും നടത്താൻ ഒരു അനിർവചനീയ ശക്തി ചുറ്റും വന്ന് നിന്ന് ചെയ്തോളൂ. മിണ്ടാതിരുന്നാൽ ഒരു കുഴപ്പം വരാനില്ല. എന്താ നടക്കേണ്ടതെന്ന് വെച്ചാൽ നടന്നോളൂ. സർവമംഗളങ്ങളും നടന്നോളൂ. He becomes the center of healing energy. തനിയെ നടക്കും ആക്ഷൻസ്, കർമ്മം. അപ്പൊ കർമ്മത്തിന് നമ്മൾ വിടേണ്ട, കർമ്മം വിട്ടുപോയി. ആ സ്ഥിതിയിലാണ് ഇയാൾ പരമഹംസനാവണത്, യോഗാരൂഢനാവണത്. അയാൾ കുറച്ചു കാലം പിന്നെ സമാധിയും ധ്യാനവും ആത്മവിചാരവും ഒക്കെ ആയിട്ടിരിക്കും. അയാളെ സമൂഹം കുറ്റം പറഞ്ഞേക്കാം, ഇയാളൊന്നും ചെയ്യണില്ലെന്ന്. പക്ഷെ അയാൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കാളും ഒക്കെ എത്രയോ ഉയർന്നതാണ്. പക്ഷെ അതേസമയം പക്വമല്ലാത്ത ഒരാൾ അയാളെ കണ്ടിട്ട്, രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഗർഭിണിയായി. അപ്പൊ അമ്മായിയമ്മ ജോലി കുറച്ച് കൊടുത്തു. പതുക്കെ ഗർഭം പൂർണ്ണമായി. ആ വീട്ടില് അവരുടെ ഒരു നാത്തൂനൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഈ ഏട്ടത്തിയമ്മ അത്ര ഇഷ്ടമല്ല. അവര് കണ്ടോണ്ടേയിരുന്നു, ഇതെന്താ അമ്മ ജോലി കുറച്ചു കൊടുക്കണു, ഇവരെ പണിയെടുപ്പിക്കണില്ല. കുറെ കഴിഞ്ഞപ്പോ കുട്ടി ജനിച്ചു. അപ്പൊ നാത്തൂൻ കണ്ടു, ഓ ഇങ്ങനെ ജോലി കുറച്ച് കൊണ്ടുവന്നാൽ കുട്ടി ജനിക്കും. ആ നാത്തൂൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എത്ര നാളെ മുതൽ എനിക്ക് ജോലി ക്രമമായിട്ട് 10 മാസത്തേക്ക് കുറച്ചു തരണം. അവരും അത് കഴിഞ്ഞിട്ട് ഒരു
പേറ്റിച്ചി അമ്മയെ വിളിച്ചോണ്ട് വന്ന് പ്രസവം നടത്താൻ പറഞ്ഞാൽ പ്രസവിക്കുവോ? എന്താ, ബീജം ഉള്ളിലില്ല, പിന്നെ എങ്ങനെ പ്രസവിക്കും അല്ലേ? അപ്പോ ഒരാള് യോഗസ്ഥിതിയിലെത്തി കർമ്മം വിട്ടുപോയി അയാളിൽ യോഗസ്ഥിതി യോഗാരൂഢനാവുമ്പോ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അയാൾ ധ്യാനിക്കുകയും സമാധിസ്ഥിതിയിലിരിക്കുകയും ജ്ഞാനസ്ഥിതനാവുകയും അയാളിൽ എല്ലാം വിട്ടുപോയി ഒക്കെ കണ്ടിട്ട് ഇതിന്റെ ആന്തരികമായ റോഡ് അറിയാത്ത ആളുകള് പുറമേ നിന്ന് അയാളെ കണ്ടിട്ട് എന്ത് ചെയ്യും? അയാൾ കാണിക്കുന്നതിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തത് കൊണ്ട് പ്രസവിക്കില്ല എന്ന് പറഞ്ഞ പോലെ ജ്ഞാനുണ്ടാവില്ല. മെത്തഡോളജി ഒന്നുണ്ട്, ജീനിയസ് ഒന്നുണ്ട്. അതായത് സംഗീതം എടുത്താൽ, ഒരു ഉദാഹരണം എടുത്താൽ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി, ഇവരൊക്കെ വാഗ്ഗേയകാരന്മാരായിട്ട് അങ്ങനെ മുമ്പിലിരിക്കണം. ത്യാഗരാജസ്വാമികൾ എങ്ങനെ കീർത്തനം പാടി? പാലക്കാട് മണിയുടെ ഒരു ടോക്കിൽ പറയുന്നുണ്ട്, എപ്പം മൃദംഗം വായിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 9 വയസ്സിൽ മൃദംഗം വായിക്കാൻ തുടങ്ങി. ബാലമുരളീകൃഷ്ണ നമ്മളുടെ ഒരു സപ്താഹത്തിന് മദ്രാസിൽ അദ്ദേഹം ഉദ്ഘാടനത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിനടുത്ത് അദ്ദേഹം ചോദിച്ചു, ഞാൻ എങ്ങനെയാ ഉദ്ഘാടനം ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങള് എന്ത് ചെയ്താലും ശരി, ഒരു കീർത്തനം പാടുകയാണെങ്കിൽ പാടൂ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സംഗീത കഥയെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഞാൻ 7 വയസ്സിൽ പാടാൻ തുടങ്ങി. സ്കൂളിലൊന്നും പഠിക്കാൻ പോയിട്ട് 3 മാസമേ പഠിച്ചിട്ടുള്ളൂ. 7 വയസ്സിൽ എത്ര കാലം ഒരു അടുത്ത് പോയി പഠിക്കാൻ പറ്റും? അവർ പോട്ടെ, അവർ മ്യൂസീഷ്യൻസ് ആയിട്ട്. ഇപ്പൊ ത്യാഗരാജസ്വാമികളൊക്കെ നമ്മൾ എടുത്താൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു കരിയെടുത്ത് ചുമരില് എന്തോ എഴുതിക്കൊണ്ടിരിക്കണു. എന്റെ അച്ഛൻ രാമബ്രഹ്മം കണ്ടിട്ട്, എന്താ ത്യാഗു എഴുതണതെന്ന് ചോദിച്ചു. എന്തോ ഒരു പാട്ട് സ്ഫുരിച്ചു, ഞാൻ എഴുതാണ്. വന്ദനമു രഘുനന്ദന. ഇത് എഴുതിയ ആദ്യം കരി കൊണ്ട് ചുമരിൽ എഴുതി വെച്ചതാണ് അത്ര. രാമനെ ഞാൻ വന്ദിക്കണു. സേതുബന്ധന ഭക്തചന്ദന, ആ വാക്കുകളൊക്കെ ശങ്കരൻ 7 വയസ്സില് അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി എന്ന് എഴുതിയത് ഒരുപക്ഷെ 32 വയസ്സിൽ അങ്ങനെ ഒരു ശ്ലോകം എഴുതാൻ പറ്റുമോ എന്ന് പറയാൻ വയ്യ. അത് ഉണ്ടാക്കണതല്ല. അതിനെയാണ് നമ്മൾ ജീനിയസ് എന്ന് പറയുന്നത്. അത് പൂർവ്വജന്മംന്നോ എന്ത് കാരണം നമുക്ക് പറയാൻ അറിയില്ല. അവര് പൂർണ്ണമായി ജനിക്കുകയാണ്, ജന്മനാ അതിനോടുകൂടെ കൊണ്ടുവരികയാണ്. അവരേത് റോഡിലൂടെ നടന്നു വന്നു എന്ന് അറിയില്ല. അവര് പെട്ടെന്ന് അങ്ങനെ ആവുകയാണ്. അവരെ ഐഡിയലാക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഒരുപക്ഷെ ത്യാഗരാജസ്വാമികൾക്ക് എത്ര കണ്ട് സംഗീതജ്ഞാനമുണ്ടോ അത്രയും തന്നെ സംഗീതജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോ ജീനിയസ് ആയിട്ടുള്ള ഒരാൾക്ക് ശാസ്ത്രീയമായിട്ട് അത്ര കണ്ട് ഉറപ്പുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഒരു മെത്തഡോളജിയിൽ പഠിച്ചുകൊണ്ട് വരുന്ന ഒരാൾക്ക് ആ ജീനിയസ് ആയിട്ടുള്ള ആളെക്കാളും ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളൊക്കെ അറിയും, മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കലും ആ ജീനിയസ് ആയിട്ട് ഒരാളെ നമ്മൾ പറഞ്ഞല്ലോ അയാളാവാൻ ഇയാൾക്ക് പറ്റില്ല. അതൊരു ജന്മത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പ്രോഡക്റ്റ് അല്ല, അത് നേച്ചറുടെ ഒരു പ്രോസസ്സിൽ വന്നതാണത്. അതിനെ ഒരിക്കലും ആദർശമാക്കാൻ പാടില്ല. അതായത് ഒരാളിൽ ധ്യാനം, സമാധി, ആത്മാനുഭവത്തിന് മുമ്പിൽ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി അതാവാൻ പറ്റില്ല. പിന്നെന്താ വഴി? അവര് ചിലതൊക്കെ അവരും പറയും, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതവും ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തും ഇഹാർഹസി. അതുകൊണ്ട് പതുക്കെ പിച്ചു വെച്ച് നടന്നു തുടങ്ങും. അപ്പോ എന്താ? അവർക്ക് ഈ യോഗാരൂഢരാവുമ്പോ അവരിൽ ഈ ശമം ആവിർഭവിച്ചു തുടങ്ങണു. ആ ശമം ഇമിറ്റേറ്റ് ചെയ്തിട്ട് വരണതല്ല. ആ ശമം വരണമെങ്കിൽ കർമ്മവാസന തീരണം. നമുക്ക് കർമ്മത്തിനുള്ള അർജ് കുറയണം, ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി കുറയണം. ഇത് രണ്ടും കുറഞ്ഞാൽ ചിത്തം ശുദ്ധമാവുമ്പോ ആ ശമം എന്ന് പറയണത്, അതായത് ആത്മാവിന്റെ അനുഭൂതി മണ്ഡലം അനാവൃതമാവും. ആത്മാവിന്റെ അനുഭൂതി മണ്ഡലം അനാവൃതമാവുമ്പോ യോഗാരൂഢ ലക്ഷണങ്ങൾ ഇയാളിൽ കണ്ടു തുടങ്ങും. അപ്പോഴൊക്കെ പതുക്കെ പതുക്കെ ഇയാള് ധ്യാനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ മതിയാവും. പക്ഷെ അത് എപ്പ യോഗാരൂഢനായെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഭഗവാൻ പറഞ്ഞത്. ഇയാള് കർമ്മങ്ങളൊക്കെ ഇയാളെ വിട്ടുപോകുന്നു. ഇയാൾക്ക് യാതൊരു ആസക്തിയുമില്ല കർമ്മം ചെയ്യാൻ. ഇന്ദ്രിയ വിഷയങ്ങളിലും ഇയാളുടെ മനസ്സ് പോണില്ല. ചിലർക്ക് കർമ്മം ചെയ്യാനൊന്നും ഉണ്ടാവില്ല, കുഴുമടിയന്മാര്. നേരം വെളിച്ചായാൽ
രാത്രി വരെ ഇരിക്കണ സ്ഥലത്തില് ചുമരിലും മാർക്കുണ്ടാവും, അതുപോലെ ഇരിക്കും. എന്തെങ്കിലും വിഷയങ്ങളിൽ പെട്ടുകിടക്കും മനസ്സ്. അല്ലെങ്കിൽ മടിയന്മാരായിട്ട് തീരും, കുഴുമടിയന്മാരായിട്ട് തീരും. അവരെയല്ല, അവര് ധ്യാന യോഗ്യരല്ല. ഇന്ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി. അയാൾക്കുള്ളിൽ ഒന്നും ആയിത്തീരാനുള്ള വ്യഗ്രതയില്ല. അയാളുടെ മനസ്സ് സങ്കല്പിക്കണില്ല, ഭാവന ചെയ്യണില്ല. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഉള്ളിലൊരു നിശ്ചലതയുണ്ട്. യോഗാരൂഢസ്തോച്യതേ. അപ്പോ അവനെ യോഗാരൂഢൻ എന്ന് പറയാം. ആ സ്ഥിതിയിൽ അവനെ യോഗാരൂഢൻ എന്ന് പറയാം. ആരുരുക്ഷു യോഗാരൂഢൻ. ഇതാണ് ഭഗവാൻ 2 വാക്കുകൾ ഇവിടെ പറഞ്ഞത്. അപ്പോ ഈ യോഗാരൂഢൻ ആവണം എങ്കിൽ ആദ്യം നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? നമ്മളുടെ ബേസ് എന്താണ്? കർമ്മത്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഉദ്ധരേത് ആത്മനാത്മാനം മഗ്നം സംസാരവാരിധൗ യോഗാരൂഢത്വമാസാദ്യ സമ്യക് ദർശന നിഷ്ഠയ. അതായത് ഈ ഗീതയിൽ 6-ാം അധ്യായത്തിലെ ആദ്യത്തെ കുറെ ശ്ലോകങ്ങളെ സംഗ്രഹിച്ച ശ്ലോകമാണിത്. അടുത്ത ശ്ലോകം ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്നാണ് അടുത്ത ശ്ലോകം. ആ ശ്ലോകത്തിന് ഒരു വ്യാഖ്യാനം പോലെയാണ് വിവേക ചൂടാമണി ശ്ലോകം. നീ നിന്നെ തന്നെ ഉദ്ധരിക്കണം. എങ്ങനെ ഉദ്ധരിക്കും? യോഗാരൂഢത്വമാസാദ്യ, യോഗാരൂഢനായി തീരുക. എങ്ങനെ? സമ്യക് ദർശന നിഷ്ഠയ, വേണ്ട വിധത്തിൽ ശാസ്ത്രം അറിഞ്ഞ്, എന്ന് വെച്ചാൽ കർമ്മശാസ്ത്രത്തിനെയും ആത്മവിദ്യയും അറിഞ്ഞ് കർമ്മത്തിനെ നിഷ്കാമ്യമായി നിസ്സംഗമായി ചെയ്ത് ചിത്തശുദ്ധി സമ്പാദിച്ച് ആ ശമം എന്നുള്ള അവസ്ഥയിലേക്ക് വരിക. എന്നിട്ട് യോഗാരൂഢനാവുക. ഇങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ പറയുമ്പോ, ഇപ്പൊ ഗീതയിലുള്ളത് കൊണ്ട് എനിക്ക് പറയാതെ നിവൃത്തിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തൊക്കെയോ ആവാനുണ്ടോ ആയിത്തീരാനുണ്ടോ എന്നൊക്കെ ഇനിയും തോന്നും. അതിലേക്കൊന്നും വീണു പോകരുത്. യോഗാരൂഢത്വം എന്ന് പറഞ്ഞത് നമ്മളെ തന്നെ നമ്മൾ ഉദ്ധരിക്കാനുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പതുക്കെ പതുക്കെ നമ്മളെ കർമ്മത്തിന്റെ പിടിയിൽ നിന്നും ആത്മാവിന്റെ അനുഭൂതി മണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവാനാണ് ഭഗവാൻ ആരുരുക്ഷുവെന്നും യോഗാരൂഢനെന്നും 2 പദത്തിനെ പറഞ്ഞത്. നമ്മൾക്ക് ഇപ്പൊ ധ്യാനമെന്ന് ആത്മവിചാരമെന്നും ജ്ഞാനമെന്നും ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ മനസ്സിലാവണമെന്ന് ഉള്ളൊരു ലക്ഷ്യം മുമ്പിൽ വെച്ചോളുക. പക്ഷേ പ്രവൃത്തിയിൽ ആദ്യം ശ്രദ്ധിക്കാം. കർമ്മത്തിനെ നിസ്സംഗമും നിഷ്കാമ്യമും ചെയ്യേണ്ട പ്രവൃത്തി എന്താണോ, എവിടെയാണോ നമ്മൾ കിടക്കുന്നത് അവിടെ യാതൊരുവിധ പറ്റും കൂടാതെ നമ്മളുടെ സർക്കിളിലുള്ള ആക്ടിവിറ്റി, നമ്മളുടെ സ്വധർമ്മത്തിനെ അങ്ങോട്ട് ചെയ്യാം. അതിന്റെ ഫലേച്ഛയും വേണ്ട, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, എനിക്കൊന്നും ആയിത്തീരാനില്ല, ഞാൻ ചെയ്യേണ്ടതാണിത് എന്ന് ചെയ്യാം. ക്രമേണ ആ പ്രവൃത്തി തന്നെ നമ്മളെ യോഗാരൂഢന്മാരാക്കി തീർക്കും. യോഗാരൂഢനായ ആള് തന്നെ താൻ ഉദ്ധരിക്കും. എങ്ങനെ? ജ്ഞാനവിചാരം കൊണ്ട്, ധ്യാനം കൊണ്ട്, വിത്ത് ഹിസ് ഹയർ ഇന്റലിജൻസ്. അയാളിൽ ബുദ്ധി എന്ന് പറയണത് ഭഗവത് വിഭൂതിയായിട്ട് തീരും. ഇറ്റ് വിൽ നോട്ട് ബി സിംപ്ലി ബ്രെയിൻ. ഇപ്പൊ നമുക്കത് ബ്രെയിനാണ്. ആ ബ്രെയിൻ ബുദ്ധിയായിട്ട് മാറണത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൃപ എന്നൊക്കെ പറയണ്ടല്ലോ. കൃപ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബുദ്ധി തന്നെയാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, ദദാമി ബുദ്ധിയോഗം തം. ആരിൽ എനിക്ക് കൃപയുണ്ടാവണോ അവർക്ക് ബുദ്ധിയോഗത്തിനെ കൊടുക്കും. അവരുടെ ബുദ്ധി അതിസൂക്ഷ്മമായ സത്തയെ കാണിച്ചു കൊടുക്കാൻ പര്യാപ്തമായിട്ട് തീരും. അപ്പോ ആ ബുദ്ധി പതുക്കെ പതുക്കെ നമ്മളെ തന്നെ നമ്മളെ ഉദ്ധരിക്കണമെന്നും പാരമാർത്ഥികമായ സ്വാനുഭൂതി ഉണ്ടാവണമെന്നും നിശ്ചയിക്കാൻ ശക്തമായിട്ട് തീരും. ആത്മാനം അവസാദയേത്. നമുക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ജീവിതത്തിൽ വന്നു തീരും. അതാണ് അടുത്ത ശ്ലോകം. അത് നമ്മൾ നാളെ വൈകിട്ട് കാണാം, ഇതേ സമയത്തിൽ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി
യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.